ഗുഡ് ഈവനിങ് എവ്രിവൺ. അങ്ങനെ ചെണ്ടമേള അകമ്പടിയോടുകൂടി ആരവങ്ങളോടുകൂടി നമ്മുടെ SAC അലുമിനി UAEയുടെ 10th ആനിവേഴ്സറി സെലിബ്രേഷന് ഇവിടെ ഗ്രാൻഡ് ആയിട്ട് തുടക്കം കുറിക്കുകയാണ്. നല്ലൊരു കൈയ്യടി പോരട്ടെ ആദ്യം തന്നെ. ഇനി അങ്ങോട്ട് നിങ്ങളുടെ കൈയ്യടിയാണ് നമ്മുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു എന്താ പറയുക, 10th ആനിവേഴ്സറി എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവല്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇനി കുറച്ച് മണിക്കൂറുകൾ ഗ്രാൻഡായിട്ട് നമ്മൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. മൈസെൽഫ് ചിത്ര രാജേഷ്, യുവർ ഹോസ്റ്റ് ടുഡേ. അപ്പോൾ എല്ലാവരെയും ഞാൻ ആദ്യം തന്നെ വെൽക്കം ചെയ്യുന്നു. Warm welcome you all to my gold wallet powered by Arakkal Gold and Diamonds presents SAC UAE Alumni Drizzles 2025. നമുക്കറിയാം, കേരളത്തിലെ 200-ൽ പരം കോളേജ് അലുമിനികളുടെ കേന്ദ്രമായ അക്കാഫ് അസോസിയേഷൻ്റെ കീഴിലുള്ള നമ്മുടെ സെൻറ്റ് അലോഷ്യസ് കോളേജ് അലുമിനി ഇപ്പോൾ 10 വർഷത്തിലേക്ക് എത്തിയിരിക്കുക, 10ാം വാർഷികത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കലാ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ ഈ ഒരു 10 വർഷത്തിൽ ഒരുപാട് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ശ്രദ്ധേയമായ UAEയിലെ നമ്പർ 1 അലൂമിനി തന്നെയാണ് സെൻറ്റ് അലോഷ്യസ് കോളേജ് തൃശ്ശൂർ. എന്തായാലും ഈ ഒരു 10 വർഷം എന്ന് പറയുന്നത് ചെറിയ കാലയളവല്ല. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു 10 വർഷത്തേക്കുള്ള ഈ ഒരു സക്സസ്ഫുൾ ജേണി നിങ്ങൾ ഓരോരുത്തരും ഭാഗവാക്കാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും എഫേർട്ട്, ഡെഡിക്കേഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ കോളേജിനോടുള്ള ആ ഒരു പ്രതിബദ്ധത, സ്നേഹം, ഇതൊക്കെ തന്നെയാണ് ഈ ഒരു 10ാം വാർഷികത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കാനുള്ള ഒരു കാരണവും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇനിയുള്ള കുറച്ച് മണിക്കൂർ നമ്മുടെ വർക്ക് പ്രഷറും എന്താ പറയുക, നമ്മുടെ സ്ട്രെസ്സും എല്ലാം മറക്കാം. അതുപോലുള്ളൊരു മാജിക്കൽ മ്യൂസിക്കൽ നൈറ്റിലോട്ടാണ് ഡ്രിസിൽസ് 2025 നിങ്ങളെ കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, നിങ്ങളുടെ ഓരോ ഫേസിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ സ്മൈലിലും നമുക്ക് ആ പഴയ ഗോൾഡൻ ടൈം, നമ്മുടെ കോളേജ് ഡേയ്സിലേക്ക്, ആ ഒരു ഓർമ്മകളിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റും. കാരണം നമ്മുടെ ആ പണ്ടത്തെ ക്യാൻറ്റീൻ ചാറ്റ്സ്, ബങ്സ്, ലവ്, അല്ലേ, എന്താ പറയുക, സമരം, രാഷ്ട്രീയം, അതിനിടയിൽ കുറച്ച് പഠിത്തമൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്ത ആ ഒരു ഗോൾഡൻ ടൈമിലേക്ക് വീണ്ടും പോകാനുള്ള അവസരം നമ്മുടെ ഈ ഒരു കോളേജ് അലുമിനിയുടെ കൂട്ടായ്മകളിൽ അല്ലെങ്കിൽ ഗ്യാതറിങ്ങിലാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ 10th ആനിവേഴ്സറി സെലിബ്രേഷൻ ഡ്രിസിൽസ് 2025ലേക്ക് വൺസ് അഗെയിൻ വെൽക്കം യു ഓൾ. ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ഔപചാരിക ഉദ്ഘാടന കർമ്മത്തിലോട്ട് പോകണം. നമുക്ക് ടൈം കുറച്ച് ഡിലേ ആയി, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. സോ ബിഫോർ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം invited dignitaries and office bearers on the dais. ഈ ഒരു SAC അലുമിനി UAEയിലെ ഈ SACയെ വ്യക്തമായ ദിശാബോധവും ശക്തിയും നൽകി SACയുടെ വളർച്ചയ്ക്കും ഐക്യത്തിനും മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ കർമ്മനിരതനായ ഊർജ്ജസ്വലനായ നമ്മുടെ പ്രസിഡന്റ് ശ്രീ വിനീത്, അദ്ദേഹത്തെ ആദ്യമായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കയ്യടിയോടുകൂടി നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് വന്നിരിക്കുന്ന നമ്മുടെ ചീഫ് ഗസ്റ്റിനെ ഞാൻ വെൽക്കം ചെയ്യാണ്. With great respect, let's welcome the visionary leader, voice of people, our chief guest, Honorable MP, Sri PP Sunir, with huge round of applause. നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ ബഹുമാനപ്പെട്ട MP PP സുനീർ സാറാണ് നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഈ ഒരു ഡ്രിസിൽസ് 2025 ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഈ ഒരു കൈയ്യടി പോരാട്ടോ, തീരെ പോരാ. നമ്മുടെ സെൻറ്റ് അലോഷ്യസ് അലുമിനി എന്ന് പറയുന്നത് ഇതാണോ? നിങ്ങളുടെ ശക്തി ഇതാണോ? കാണിച്ചു കൊടുക്കേ, നമ്മുടെ MPക്ക് കാണിച്ചു കൊടുക്കുക, നമ്മുടെ ഒരു ശക്തി, നമ്മുടെ ഒരു ഐക്യം കാണിച്ചു കൊടുക്കൂ. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ പ്രസൻസ് ടുഡേ. ഇറ്റ് ഗിവ്സ് ഗ്രേറ്റ് വാല്യൂ ആൻഡ് പ്രസ്റ്റീജ് ടു അവർ ഇവന്റ്. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായിട്ട് നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് നമ്മുടെ സെൻറ്റ് അലോഷ്യസ് കോളേജ് അഡ്മിനിസ്ട്രേറ്റർ റെവറൻഡ് ഫാദർ അരുൺ ജോസ്, അദ്ദേഹത്തെ നിറഞ്ഞ കൈയോടുകൂടി നമ്മുടെ വേദിയിലേക്ക്, ഡ്രിസിൽസ് 2025ന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അടുത്തതായി മറ്റാരുമല്ല, നമ്മുടെ അക്കാഫ് അസോസിയേഷൻ പ്രസിഡന്റ്, Honorable President Mr. Paul T. Joseph. അക്കാഫ് അസോസിയേഷൻ UAEയിലെ ഒരുപാട് കോളേജ് അലുമിനികളുടെ കേന്ദ്രമായ അക്കാഫ് അസോസിയേഷൻ എല്ലാ കോളേജ് അലുമിനികളിലും ഇങ്ങനെയുള്ള കൂട്ടായ്മകളെ സപ്പോർട്ട് ചെയ്യുന്ന, നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു ഗ്യാതറിങ്ങിന് അവസരം ഒരുക്കുന്ന നമ്മുടെ അക്കാഫ് അസോസിയേഷൻ, അവരുടെ സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു കൂട്ടായ്മയ്ക്ക് കാരണവും. ലെറ്റ് മീ ഇൻവൈറ്റ് മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, SAC ഫൗണ്ടർ മിസ്റ്റർ ഉണ്ണികൃഷ്ണനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് നിറഞ്ഞ കൈയോടുകൂടി. ഓടി വായോ. അതുപോലെ നമുക്കറിയാം, നമ്മുടെ ഈ ഒരു SACയെ നയിക്കുന്ന നമ്മുടെ എന്ത് തീരുമാനങ്ങൾ, ഏതൊരു കൂട്ടായ്മയിലാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് തീരുമാനങ്ങൾ എടുത്താലും അത് വളരെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമേ അതിനൊരു കാര്യമുള്ളൂ, അല്ലേ? നന്നായിട്ട് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്ന നമ്മുടെ SACയുടെ ഓരോ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന നമ്മുടെ കർമ്മനിരതനായ സെക്രട്ടറി മിസ്റ്റർ സിൻഡോ. Please welcome Mr. Sinto with a huge round of applause.
അടുത്തതായി നമ്മുടെ വൈസ് പ്രസിഡന്റ് SAC വൈസ് പ്രസിഡന്റ് മിസ്സിസ് ജൂലി. നമ്മുടെ വനിതാ വിഭാഗവും ഒട്ടും ചെറുതല്ല, നമ്മുടെ ശക്തി ഒട്ടും ചെറുതല്ല. ഇത്രയും ജെൻസിൻ്റെ ഇടയിൽ നമ്മുടെ ശക്തി അത് ഒരു ഓക്കെ. മിസ്സിസ് ജൂലി. അടുത്തതായിട്ട് നമ്മുടെ SAC ജനറൽ കൺവീനർ മിസ്റ്റർ അരുൺ വാര്യർ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഡിഗ്നിറ്ററീസ് എല്ലാം സ്റ്റേജിലുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് now we have national anthem, UAE national anthem followed by Indian national anthem. Requesting everyone to rise please. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം പ്ലീസ്. जनगण मन अधिनायक जय हे भारत भाग्य विधाता. पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा. विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा. तव शुभ नामे जागे तव शुभ आशीष मांगे. गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता. जय हे जय हे जय हे जय 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 हे. താങ്ക് യു. ഇരിക്കാറായിട്ടില്ല. നെക്സ്റ്റ് ഐ ഇൻവൈറ്റിംഗ് മിസ് ശിവാനി ബൈജു ഫോർ പ്രയർ. ചൈതന്യമേ നിത്യ ചൈതന്യമേ കൈകൾ കൂപ്പുന്ന സമ്പൂർണ്ണ സന്നിധിയിൽ മതജാതി വർണ്ണങ്ങൾ എല്ലാം മറന്നേക മനസായി നമിക്കുന്നു ജാതാന്തരം. ചൈതന്യമേ നിത്യ ചൈതന്യമേ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ നിന്റെ പ്രിയ മക്കളാം ഞങ്ങളെല്ലാവരും. ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ നിന്റെ പ്രിയ മക്കളാം ഞങ്ങളെല്ലാവരും. തോളോട് തോൾ ചേർന്ന് സൗഹാർദ്ദമായി മാറി മുന്നേറുവാൻ വരം നൽകണമേ. മുന്നേറുവാൻ വരം നൽകണമേ. ചൈതന്യമേ നിത്യ ചൈതന്യമേ. Thank you, Miss Shivani Baiju, for the beautiful prayer. Okay, next inviting Mr. Arun Warrior, General Convener, for welcome speech. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 10ാം വാർഷികം 10th ആനിവേഴ്സറി സെലിബ്രേഷൻസ് ഓഫ് SAC അലുമിനി നമ്മളിവിടെ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദിസ് ഇനോഗ്രേഷൻ ഫംഗ്ഷന്. നിങ്ങളെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു.
ആദ്യമായി ഞാൻ യോഗാധ്യക്ഷൻ, ഞങ്ങളുടെ പ്രസിഡൻറ്റ്, SAC അലുമിനിയുടെ പ്രസിഡൻറ്റ്, ഒരു വിഷനറി, ഒരു വലിയ ഈ ഇവൻറ്റിൻ്റെ മെയിൻ ചുക്കാൻ പിടിച്ച നമ്മുടെ പ്രസിഡൻ്റായ വിനീതിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് തിരക്കിനുള്ളിൽ നിന്ന് ഇത്രയും തിരക്കുള്ള ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റ് MP നമ്മുടെ കൂടെ ചീഫ് ഗസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കിടെ ഒരു ഭാഗ്യം തന്നെയാണ്. ഞാൻ ശ്രീ ഓണറബിൾ MP PP സുനീറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് SAC അലുമിനിയുടെ എന്ന് പറയാൻ ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു. ഞങ്ങളുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് SAC അലുമിനിയുടെ PP സുനീർ. അതുപോലെ ഇവിടെയുള്ള നമ്മുടെ SAC അലുമിനിയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ സെൻറ്റ് അലോഷ്യസ് കോളേജ് എലത്തുരുത്തു നിന്ന് മാനേജ്മെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് പെട്ടെന്നാണ് ഞങ്ങൾ വിളിച്ചത്. പെട്ടെന്ന് ഇവിടെ എത്തിച്ചേർന്ന് ഞങ്ങളുടെ ഒപ്പം വരാമെന്ന് പെട്ടെന്ന് ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഫാദർ അരുൺ ഈ വേദിയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഈ UAEയുടെ മണ്ണിൽ കോളേജ് അലുമിനി, കേരള കോളേജ് അലുമിനികൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നടത്തുന്ന പരിശ്രമങ്ങളുടെ ഭാഗമാണ് അക്കാഫ്. ഇവിടെ അറിയാത്ത ആരുമില്ല, അക്കാഫ് അസോസിയേഷൻ. ഞങ്ങളും അക്കാഫ് അസോസിയേഷൻ്റെ ഒരു ഭാഗമാണ്. അക്കാഫ് അസോസിയേഷൻ്റെ നമ്മുടെ പ്രിയങ്കരനായ പോൾട്ടി ജോസഫ് നമ്മുടെ കൂടെ ഇവിടെ വന്നിരിക്കുന്നു. പോൾട്ടി ജോസഫ് സാറിനെ ഈ വേദിയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെയൊരു ഡ്രിസിൽസ് 2025 മാത്രമല്ല, നമ്മുടെ ഒരു അലുമിനി തന്നെ ഇവിടെ ഉണ്ടാവാനായിട്ട് കാരണമായ ഒരേ ഒരാൾ, 2015 ഒരാളുടെ പരിശ്രമം കൊണ്ട് തുടങ്ങി വെച്ചതാണ് നമ്മുടെ ഈ SAC അസോസിയേഷൻ. ഞങ്ങളുടെ ഫൗണ്ടർ ശ്രീ ഉണ്ണികൃഷ്ണനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇങ്ങോട്ട് ഈ ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾ ഇവിടെ തുടങ്ങുമോ എന്ന് അറിയില്ല. ഉണ്ണിയുടെ കൂടെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 300-350 മുകളിൽ മെമ്പേഴ്സുള്ള ഒരു സ്ട്രോങ് അസോസിയേഷനായി മാറിയിരിക്കുകയാണ്. അക്കാഫിൻ്റെ വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് സപ്പോർട്ടേഴ്സാണ്. അക്കാഫിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സ്ട്രോങ്ങസ്റ്റ് ഇതാണ്. അതുപോലെ ഇവിടെ എല്ലാം ഓടി നടന്ന് നമ്മുടെയൊക്കെ കൂടെ എല്ലാ കാര്യങ്ങളും ഒരുവിധം കോർഡിനേറ്റ് ചെയ്ത് മാസങ്ങളായി ഈ ഒരു വലിയ പരിപാടിയിലേക്ക് വേണ്ടതെല്ലാം ഒരുക്കി പല സ്ഥലത്തും നിന്ന് ഒരുക്കി നമ്മുടെ ജനറൽ സെക്രട്ടറി ചെറുപ്പവും ചുറുചുറുപ്പുമുള്ള സിൻഡോ പ്ലാസിഡിനെ ഈ വേദിയിലേക്ക് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സന്നിഹിതരായിരിക്കുന്ന അക്കാഫിൻ്റെ ഓഫീസ് ബെയർ ജനറൽ സെക്രട്ടറി ഷൈൻ, നമ്മൾ പ്രോഗ്രാം ഒത്തിരി ചുരുക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ വേദിയിലേക്ക് ഇരിക്കുന്ന ആളാണ്. ജനറൽ സെക്രട്ടറി ഷൈനെ സ്വാഗതം ചെയ്യുന്നു. WMC ദുബായ് മിഡിൽ ഈസ്റ്റ് പ്രസിഡൻറ്റ് കൂടിയാണ്. അതുപോലെ ട്രഷററായ രാജേഷും ഉണ്ട്. അങ്ങനെ ലക്ഷ്മി ചേച്ചി, എല്ലാവരും BOD മെമ്പേഴ്സ്, അക്കാഫിൻ്റെ ഓഫീസ് ബെയറേഴ്സ് എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം, ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Then again I have to welcome our സ്പോൺസേഴ്സ് ആൻഡ് പാർട്ട്നേഴ്സ്. ഞാനത് ഇംഗ്ലീഷിൽ പറയാൻ വേറെ കാരണമുണ്ട്. നമ്മുടെ പല സ്പോൺസേഴ്സും ഉണ്ട്. അറക്കൽ ഗോൾഡാണ് നമ്മുടെ മേജർ സ്പോൺസേഴ്സ്. മൈ ഗോൾഡ് വാലറ്റ് അറക്കൽ ഗോൾഡേഴ്സാണ്. അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ഇവിടെയുണ്ട്. അതുപോലെ പല ലുലു എക്സ്ചേഞ്ച്, പല സ്പോൺസേഴ്സ് ഉണ്ട്. അവരെ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മീഡിയ പാർട്ട്നേഴ്സ് സി ഗോൾഡ് FM റിജിൻ ഇവിടെയുണ്ട്. നമ്മുടെ RJ റിജിനെയും സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ SAC ഫാമിലി മെമ്പേഴ്സിനെ SACയുടെ അലുമിനിയുടെ ഭാഗമായി ഇവിടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയിലേക്ക് വന്ന എല്ലാ ഗസ്റ്റിനെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളൊരു അടിച്ചുപൊളിച്ചൊരു രാത്രിയാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല മ്യൂസിക് ബാൻഡ് ഉണ്ട്. ഗ്രാമി അവാർഡ് വിന്നറായ മനോജ് ജോർജ് ഉണ്ട്. അവരുടെ ഒരു സ്ട്രോങ് ബാൻഡ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. എല്ലാവരും എൻജോയ് ചെയ്യാം. ഓക്കെ, താങ്ക് യു അരുൺ ചേട്ടാ. Inviting our SAC President Mr. Vineet for presidential address. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.
വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ ആദരണീയരായ വ്യക്തിത്വങ്ങൾക്കും നമസ്കാരം. ഇന്ന് ഈ 10ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. 10 വർഷം തികഞ്ഞിരിക്കുകയാണ് നമ്മൾ ദുബായിൽ UAE മണ്ണിൽ. നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ ഒന്നോ രണ്ടോ ആളുടെ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്. അതിൽ മെയിനായിട്ട് നമ്മുടെ ഉണ്ണി തന്നെയാണ്. അങ്ങനെ ഒരു 10-30 ആളായിട്ട് ഞങ്ങൾ 2015 തുടങ്ങിയ ഒരു അലുമിനായി ഇന്ന് 10 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ഒരു 400 ക്രോസ് ചെയ്തിരിക്കുകയാണ് ഇപ്പം. അപ്പം അതിൻ്റെ ഒരു അഭിമാനം വേറെയുണ്ട്. 10ാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. അതിലേറ്റവും കൂടുതൽ എനിക്ക് ചെറിയൊരു സ്വകാര്യ അഹങ്കാരം എന്ന് പറയാൻ സാധിക്കുന്ന രീതിയിൽ നമ്മുടെ ചീഫ് ഗസ്റ്റ് ശ്രീ PP സുനീർ സാർ, വളരെ അഭിമാനത്തോടുകൂടി ഞങ്ങൾക്ക് പറയാം, ഞങ്ങളുടെ കോളേജിൽ പഠിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇന്ന് മെമ്പർ ഓഫ് പാർലമെൻറ്റ് ഇന്ത്യൻ പാർലമെൻറ്റിൽ അലങ്കരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. അതുപോലെ തന്നെ ഏറെ സന്തോഷം അരുണച്ചൻ നേരത്തെ പറഞ്ഞു. അരുണച്ചൻ ഞങ്ങളായിട്ട് ഉള്ളൊരു ബന്ധം തുടങ്ങുന്നത് അലുമിനായും അവിടുത്തെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ എല്ലാ ഇൻചാർജായിട്ടുള്ളതാണ് ജെയിൻ സാറും അതുപോലെ അരുണച്ചനും. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ഒക്കെ കോളേജിൽ പോവും, ഇവരൊക്കെ കാണും, ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ അവരോട് പറയും, അവിടുത്തെ പ്രവർത്തനങ്ങൾ നമ്മളോട് പറയും. അങ്ങനെ ഒരു കൂട്ടായ രീതിയിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് നമ്മുടെ അലുമിനായെ ശക്തിപ്പെടുത്താം, എന്തൊക്കെ രീതിയിൽ നമുക്ക് അതുവഴി നമ്മുടെ കോളേജിന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമ്മൾ കൂട്ടായി ചർച്ച ചെയ്യാറുണ്ട്. നമ്മളല്ലാവുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഞങ്ങൾ അലുമിനെ പറ്റി പറയുമ്പോൾ ഈ 10 വർഷത്തിലെത്തി നിൽക്കുമ്പോൾ എന്താണ് സെൻറ്റ് ലൂയിസ് കോളേജ് UAE അലുമിനി ചെയ്യുന്നത്? ആഘോഷങ്ങൾ മാത്രമല്ല, നമ്മൾ ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ അക്കാഫിൻ്റെ ഒരു അണ്ടറിൽ തന്നെയാണ് നിൽക്കുന്നത്, അംബർലയുടെ അണ്ടറിൽ തന്നെയാണ് നിൽക്കുന്നത്. CDA അപ്രൂവൽ കിട്ടിയിട്ടുള്ള അക്കാഫിൻ്റെ എന്ന വലിയ സംഘടനയുടെ ഈ കേരളത്തിലെ എല്ലാ കോളേജുകളുടെയും ഒരു ആസ്ഥാനമായ ആ സംഘടനയുടെ അവരൊക്കെ തെളിച്ച വഴികൾ, അതിൽ പ്രത്യേകിച്ച് പോളേട്ടനെ എനിക്ക് പറയാൻ പറ്റും. കാരണം ഒരു മാർഗദർശി, നമ്മളോട് എന്ത് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വൈസ് തരുന്ന, എപ്പോഴും ഏത് സമയത്ത് നമുക്ക് എത്തിപ്പെടാൻ വിളിച്ചാലും നമ്മുടെ ഫോൺ എടുക്കുന്ന വ്യക്തിത്വങ്ങൾ. ഷൈനിയും ഞാൻ പറയും, നീ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നില്ല, എല്ലാവരായാലും നമ്മളത്രയും സുഹൃത്തുക്കളാണ്, നമ്മളത്രയും ഏത് സമയത്തും എന്തും നമുക്ക് കാര്യങ്ങൾ പറയാം, അതിനുള്ള സ്വാതന്ത്ര്യമുള്ള ആൾക്കാരാണ്. ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ പോലെ ആഘോഷങ്ങൾ മാത്രമല്ല, ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതുപോലെയുള്ള മറ്റ് സാംസ്കാരിക തരത്തിലുള്ള കാര്യങ്ങളായാലും എല്ലാത്തിലുള്ള ഈ കൂട്ടായ്മ, നമ്മൾ നാട് വിട്ട് ഇവിടെ വന്നിരിക്കുന്നത്, നമ്മൾ എന്താ പറയുക, നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് മാറി ഇവിടെ വന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ല. ഇവിടെ വരുമ്പോൾ നമ്മുടെ ഒരു സെക്കൻഡ് ഹോം തന്നെയാണ്. ഒത്തിരി ആൾക്കാർ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെയുള്ള ആൾക്കാരുണ്ട്. ഞങ്ങളുടെ തന്നെ അസോസിയേഷനിലെ സീനിയർ മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 35-40 വർഷം വരെ ആയിട്ടുള്ള മെമ്പേഴ്സ് വരെ നമ്മുടെ ഈ അസോസിയേഷനിലുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ CDAയുടെ കഫുമായി ചേർന്ന് ഒരുപാട് മാനുഷികമായിട്ടുള്ള മൂല്യങ്ങളുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, അതിനൊക്കെ മുൻകൈ എടുക്കുകയും അതിലൂടെ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഒത്തിരി റെക്കഗ്നൈസേഷൻസ് നമ്മുടെ മെമ്പേഴ്സിന് ലഭിക്കുകയുണ്ടായി. അത് ഏറെ അഭിമാനമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ ഞങ്ങളുടെ കൂട്ടായ്മ ഒരുപാട് നമ്മുടെ പ്രളയം, അതുപോലെയുള്ള കോവിഡ്, ഈ വക സാഹചര്യങ്ങൾ വന്ന സമയത്ത് നമ്മളാലാവുന്ന രീതിയിലുള്ള കരുതൽ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കും നമ്മുടെ നാടിനും വേണ്ടി ചെയ്യാൻ സാധിച്ചത് ഏറെ അഭിമാനത്തോടു കൂടി ഞാൻ ഈ വേദിയിൽ പറയുന്നു. അതുപോലെ ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കലാവിരുന്ന് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിലും ഞാൻ പറഞ്ഞതുപോലെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ഗ്രാമി അവാർഡ് വിന്നർ, ഇറ്റ്സ് നോട്ട് എൻ ഈസി അച്ചീവ്മെൻറ്റ് ആയിട്ടുള്ള നമ്മുടെ ഗ്രാമി അവാർഡ് ജേതാവായിട്ടുള്ള ശ്രീ മനോജ് ജോർജ്, അദ്ദേഹവും ഞങ്ങളുടെ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു വ്യക്തി കൂടിയാണ്. അതുപോലെ ഇന്നിവിടെ നമ്മുടെ ഒരു ഫീമെയിൽ സിംഗറുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തേക്കിൻകാട് ബാൻഡിൻ്റെ സിംഗർ നീതു ഫൈസൽ. നീതുവും ഞങ്ങളുടെ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പം ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇതൊരു കുടുംബ സംഗമമാണ്. ഞങ്ങളുടെ 10ാം വാർഷികം ആഘോഷിക്കുന്നു. ഇത്രയും ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട്. എല്ലാ അലോഷ്യസിൽ പഠിച്ചിട്ടുള്ള കുട്ടികളും
അതുപോലെ ഇപ്പം മുതിർന്ന് ഈ പൊസിഷനിലെത്തി നിൽക്കുകയാണ്. ഇതിനൊക്കെ നമ്മളെവിടെയൊക്കെ എത്തി നിൽക്കുന്നുണ്ടോ അതിനൊക്കെ പിന്നിൽ നമ്മുടെ കലാലയത്തിന് ഒത്തിരി പങ്കുണ്ട്. അപ്പം ആ പങ്കുകളൊക്കെ എപ്പോഴും നമ്മൾ സ്മരിച്ചുകൊണ്ട് തിരിച്ച് കലാലയത്തിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞങ്ങളാലാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. കൂടാതെ ഇതിന് ശേഷം ഉള്ള കലാവിരുന്നും കൂടി നിങ്ങൾ ആസ്വദിക്കണം. നമ്മൾ ആദ്യമായിട്ടൊരു സ്റ്റാൻഡപ്പ് കൊമേഡിയനും കൂടെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, ജോൺ ജോ, നിങ്ങൾക്ക് പലർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഒരു സായാഹ്നമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യണം. അതുപോലെ എനിക്ക് എടുത്തു പറയാനുള്ളത്, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന, ഞങ്ങൾ വനിതാ പ്രാതിനിധ്യത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ കൂടെ ഒത്തു നിൽക്കുന്ന ജൂലിയനെ പറ്റിയിട്ടാണ്. നമ്മൾ നേരത്തെ പറയാനൊരു ചെറിയ വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്. അപ്പം ജൂലി ഞങ്ങളുടെ ഏത് സമയത്തായാലും എന്ത് കാര്യങ്ങളായാലും മീറ്റിങ്ങിലായാലും ഒക്കെ ഞങ്ങൾ വന്ന് എന്താ പറയുക, ജൂലിയുടെ വിൻസെൻ്റ് ഏട്ടൻ ഹസ്ബൻഡ്, അദ്ദേഹത്തിനും പറയാതിരിക്കാൻ പറ്റില്ല. ഏത് സമയത്തായാലും നമ്മൾ രാത്രികളിലായിരിക്കും ഞങ്ങൾ മീറ്റിങ്ങുകൾ, ഇവിടെ അറിയാലോ നമ്മൾ ഈ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതുപോലൊരു കാര്യം നമ്മൾ 10ാം വാർഷികമൊക്കെ ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചപ്പോഴേ ഇത് ഏത് രീതിയിലാവണം, എങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റും, എത്രയൊക്കെ നന്നായിട്ട് നമുക്ക് ഇവിടെ ഈ ആഘോഷ പരിപാടി സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോൾ അതല്ല, നമ്മൾ ചെറിയ രീതിയിലുള്ള നല്ല രീതിയിൽ തന്നെ ചെയ്യണം. 10ാം വാർഷികം നമ്മൾ ഒരു സിഗ്നേച്ചർ ആക്കണം ഈ മണ്ണിൽ എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മുടെ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഓരോരുത്തരെയായിട്ട് ഞാൻ പറയുന്നു, എൻ്റെ കൂടെ നിന്ന് എനിക്ക് മുന്നേ ഈ സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ള പ്രസിഡൻറ്റുമാരായാലും സെക്രട്ടറിമാരായാലും എല്ലാവരുടെയും ഗൈഡൻസ് എല്ലാവരെയും ഞാൻ അത്രയും നന്ദിയോടുകൂടി സ്മരിക്കുന്നു. അവരൊക്കെ ചെയ്തു വെച്ച് പോയതിൻ്റെ പുറകെ നമ്മൾ അത് പിന്തുടരുക എന്ന് മാത്രം, മനസ്സിലായില്ലേ? അവരുടെ പാതകൾ നമ്മൾ പിന്തുടരുന്നു. അപ്പം പരമാവധി എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു ആഘോഷ പരിപാടി ഇത്രയും നിറവിൽ ഇവിടെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിൽ എൻ്റെ കൂടെ നിന്നിട്ടുള്ള എൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, ആരുടെയും പേര് ഞാൻ സെപ്പറേറ്റ് എടുത്ത് പറയുന്നില്ല, എല്ലാവരും ഒരു വലിയ കയ്യടി അർഹിക്കുന്നു. ഞങ്ങളുടെ ടീം അതുപോലെ ഒരുപാട് നാളായിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഏറെ അഭിമാനം, ഏറെ സന്തോഷം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ വിനീത് വിജയൻ. അടുത്തതായിട്ട് മൈ ഗോൾഡ് വാലറ്റ് പവേർഡ് ബൈ അറക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസൻസ് SAC അലുമിനി ഡ്രിസിസ് 2025-ൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ്. വിളക്ക് കൊളുത്തി അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ഓണറബിൾ MP ശ്രീ PP സുനി സാറിനെ ക്ഷണിക്കുകയാണ്. എന്തായാലും ഈ ഒരു 10th ആനിവേഴ്സറി സെലിബ്രേഷൻ ഇവിടെ സാധ്യമാവാൻ അതിന് പിന്നിൽ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടുണ്ട്, ഒരുപാട് നാളത്തെ ഉറക്കില്ലാത്ത രാത്രികളുണ്ട്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരുടെയും SACയുടെ ഓരോ മെമ്പേഴ്സിൻ്റെയും, കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ എസ്പെഷ്യലി അവരുടെ എല്ലാവരുടെയും ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ ഉണ്ട് ഇന്ന് ഡ്രിസിൽസ് 2025 ഇവിടെ വളരെ അതിഗംഭീരമായിട്ട് ഇവിടെ നടക്കാനുള്ള കാരണം. സർവേശ്വരൻ്റെ അനുഗ്രഹത്തോടു കൂടി ഇനിയും ഒരുപാട് വർഷങ്ങൾ നമ്മുടെ SAC സെൻറ്റ് അലോഷ്യസ് കോളേജ് അലുമിനി UAE വളരെ പ്രശസ്തമായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. വിളക്ക് കൊളുത്തുമ്പോഴാണ് കാറ്റ് കുറച്ച് കൂടുതൽ. പ്രസിഡന്റ് എല്ലാവരും ചേച്ചി
ഇനിയും 3 ബാക്കിയുണ്ട്. ഓക്കെ, അങ്ങനെ മൈ ഗോൾഡ് വാലറ്റ് പവേർഡ് ബൈ അറക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസൻസ് SAC UAE ഡ്രിസിൽസ് 2025 ഭദ്രദീപം കൊളുത്തി ഇവിടെ ഔദ്യോഗികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ്. അടുത്തതായിട്ട് ഇനോഗ്രൽ സ്പീച്ചിന് വേണ്ടിയിട്ട് നമ്മുടെ ഓണറബിൾ ചീഫ് ഗസ്റ്റ് MP ശ്രീ PP സുനീത് സാറിനെ ക്ഷണിക്കുകയാണ്. പ്ലീസ്. വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, എൽത്തുരുത്ത് സെൻറ്റ് ലൂഷ്യസ് കോളേജിൻ്റെ ദുബായ് അലുമിനിയുടെ 10ാം വാർഷികം വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഇന്ന് ഏറെ ആഹ്ലാദകരമായ ഈ നിമിഷത്തിൽ ഇവിടെ ഒത്തുചേരുന്നത്. ദീർഘമായ ഉദ്ഘാടന പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഏറെ വൈകിയാണ് നമ്മുടെ ഈ പരിപാടി ഇവിടെ തുടങ്ങിയത്. ഇനി കലാപരിപാടി ഉൾപ്പെടെയുള്ള ഒട്ടേറെ അനുബന്ധ പരിപാടികൾ കൂടി ഉള്ളതുകൊണ്ടും മറ്റ് വിശിഷ്ട വ്യക്തികളിലൂടെ സംസാരിക്കാനുള്ളത് കൊണ്ടും ഒരു ദീർഘമായ ഉദ്ഘാടന പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. സെൻറ്റ് ലൂഷ്യസ് കോളേജിൽ ഞാൻ 84-85 കാലത്ത് പ്രീ-ഡിഗ്രി 2 വർഷക്കാലമാണ് പഠിച്ചത്. അത് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ബോയ്സ് ഓൺലിയാണ് എൽത്തുരുത്ത് സെൻറ്റ് ലൂഷ്യസ് കോളേജ്. 10ാം ക്ലാസ് വരെ മിക്സഡ് സ്കൂളിൽ പഠിച്ചതിന് ശേഷം പിന്നീട് ബോയ്സ് ഓൺലിയിൽ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷത്തിൻ്റെതായ പ്രശ്നവും അതോടൊപ്പം തന്നെ എൽത്തുരുത്ത് ശരിക്കും ഒരു തുരുത്താണ്. തൃശ്ശൂർ പട്ടണത്തിനോട് അടുത്താണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇന്നത്തേതിനേക്കാൾ വലിയ തുരുത്താണെന്ന്. തൃശ്ശൂരിൽ നിന്ന് സെൻറ്റ് ആൻ്റണി എന്നൊക്കെ പറയുന്നൊരു ബസ്, അങ്ങനെ 1-2 ബസ്സുകൾ, ആ ബസ് തെറ്റിയാൽ അന്നത്തെ ക്ലാസ്സിൽ പോയി. അങ്ങനെയാണ് കുട്ടികൾ അന്ന് എൽത്തുരുത്തിലേക്ക് പഠിക്കുന്നതിന് വേണ്ടി വരുന്നത്. ഞങ്ങളവിടെ 6 മാസക്കാലം ഞാൻ അവിടെ ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത്. പിന്നീട് ഹോസ്റ്റലിന് പുറത്ത് ഒരു വീട്ടിൽ ഞങ്ങൾ കുറച്ച് കുട്ടികൾ ചേർന്നുകൊണ്ട് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിച്ചു. എന്നാലും അതിരിക്കുന്നൊരു അല്ലെങ്കിൽ ഓർമ്മിക്കാവുന്ന പല അനുഭവങ്ങളും അന്നും ആ ക്യാമ്പസിലുണ്ട്. പ്രത്യേകിച്ച് അവിടെ സ്പോർട്സിന് അന്ന് നല്ല ഒരുപാട് പ്രശസ്തരായ ബാസ്കറ്റ്ബോളും ഫുട്ബോളും ഒക്കെ അന്ന് കുറേയേറെ എൽത്തുരുത്ത് പ്രദേശത്തും കോളേജിലും കളിക്കാരായ ധാരാളം പ്ലെയേഴ്സ് ആ കാലത്തുണ്ടായിരുന്നു. ഞാനൊരു ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് താല്പര്യമുള്ള, സ്പോർട്സുമായി ബന്ധപ്പെട്ട് കുറേ കൂടി താല്പര്യമുള്ള ചെറിയ പ്രായത്തിൽ തന്നെ അതുമായി കൂടുതൽ ബന്ധമുള്ള ഒരാളെന്നുള്ള നിലയിൽ ആ സമയത്ത് സ്പോർട്സ് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ കേരളത്തിൽ പഠിക്കുമ്പോഴും സ്പോർട്സ് ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത്. സ്പോർട്സുകാരുമായിട്ടാണ് ഇപ്പോഴും കൂടുതൽ സൗഹൃദം ആ കാലഘട്ടത്തിൽ. എൽത്തുരുത്തിൻ്റെതായ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അവരുമായുള്ള നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. ആ സൗഹൃദം പിന്നീട് കേരള കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. അവിടെ സീറ്റ് കിട്ടുന്നതിനും ആ സൗഹൃദം എന്നെ സഹായിച്ചിട്ടുണ്ട് വ്യക്തിപരമായി. എൽത്തുരുത്തിൽ നിന്ന് കിട്ടിയ ഒരു സൗഹൃദമാണ്. അവിടെ നിന്ന് ഫുട്ബോളിൽ കളിച്ചു വളർന്ന ഇന്ത്യൻ താരം വരെയായി ഉയർന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ലോറൻസാണ്. കേരള ഫുട്ബോൾ ടീമിൻ്റെ ഗോൾ കീപ്പറൊക്കെ ആയിരുന്നു. CISFൽ ജോലിക്കാരനായിരുന്നു. കേരളത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു. എന്നാലും എൽത്തുരുത്തിനെക്കുറിച്ച് ഓർമ്മ വരുമ്പോൾ ഇവിടെ നിങ്ങളുടെ ഈ പേര് ഏറെ അനർത്ഥമാണ് എന്നെനിക്ക് തോന്നുന്നു. ഒരു ചാറ്റൽ മഴയുടെ ആ ഒരു ഓർമ്മ തന്നെയാണ് എൽത്തുരുത്ത് സെൻറ്റ് ലൂഷ്യസ് കോളേജ് നമുക്കൊക്കെ നൽകുന്നത്. വേനലവധി കഴിഞ്ഞ് മെയ്ഫ്ലവറൊക്കെ പൂത്ത് നിൽക്കുന്ന കടും ചുവപ്പ് നിറത്തിലുള്ള ആ മെയ്ഫ്ലവറൊക്കെ പൂത്ത് ഏപ്രിൽ-മെയ് മാസം കഴിഞ്ഞ് ആ തുലാവർഷം ആരംഭിക്കുന്നതോടുകൂടി നമ്മൾ ജൂൺ മാസത്തോടുകൂടി സെൻറ്റ് ലൂഷ്യസിൻ്റെ മുറ്റത്തേക്ക് വരുമ്പോൾ ആ പൂക്കൾ അവിടെ മഴയിൽ കൊഴിഞ്ഞ് വീണ് ആ മഴ നനഞ്ഞ് ആ പൂവിൽ നിന്നുണ്ടാകുന്നൊരു ഗന്ധമുണ്ട്. അതിപ്പോഴും മനസ്സിൽ നിന്ന് പോകാത്ത, ഓർമ്മയിൽ നിന്ന് പോകാത്തൊരു ഗന്ധമാണ്. അത് അവിടെ മാത്രമുള്ള ഒന്നാണ്. ആ ഓർമ്മയാണ് എൽത്തുരുത്തിനെക്കുറിച്ച് ആദ്യമായി ഓർമ്മിക്കുമ്പോൾ ആ ഒരു ഗന്ധമാണ് മനസ്സിലേക്ക് ഓർമ്മ വരിക. അതൊരു പ്രത്യേക തരം സുഗന്ധമാണ്. അത് വീണ്ടും വീണ്ടും നമുക്ക് മനസ്സിനെ വീണ്ടും ഓർമ്മയുണ്ടാക്കുന്ന, ഉണർത്തുന്ന ഒട്ടേറെ സ്മരണകൾ നമുക്ക് ഉണർത്തുന്ന ഒന്നാണ്. ഈ കൗമാര യൗവന കാലഘട്ടം, നമ്മുടെ ക്യാമ്പസ് കാലഘട്ടം എന്നെ സംബന്ധിച്ച് ഞാനൊരു വ്യക്തിയായി ഇന്ന് ഒരു പൊതുപ്രവർത്തകനായി മാറിയത് എൻ്റെ കലാലയ കാലഘട്ടത്തിലെ ജീവിതം കൊണ്ട് തന്നെയാണ്. വളരെ ചെറിയ പ്രായത്തിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10 വയസ്സിൽ തന്നെ ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായി മാറി. പിന്നീട് കേരള കോളേജിൽ പഠിക്കുമ്പോൾ ഡിഗ്രിക്കും PGക്കും 2 തവണ ഞാനവിടെ യൂണിവേഴ്സിറ്റിയുടെ കൗൺസിലറായിരുന്നു. യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഭാരവാഹിയായിരുന്നു. അതിനെ തുടർന്ന് പൊതു രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരികയും അവിടുത്തെ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ എൻ്റെ കൂടെ കേരള കോളേജ് ഞങ്ങളോടൊപ്പം പഠിച്ച ആളുകളൊക്കെ ഇന്നും സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന പാർലമെൻറ്റിൽ MP-മാരായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് എൻ്റെ സീനിയറായി കേരള കോളേജിൽ പഠിച്ചതാണ്. ഒട്ടേറെ ആളുകൾ ആ രീതിയിലുള്ള വിവിധ പ്രസ്ഥാനങ്ങളിലുള്ള ആളുകളും
ആ രീതിയിലുള്ള നിരവധിയായ സൗഹൃദങ്ങളും ബന്ധങ്ങളും നമ്മുടെ ജീവിതം തന്നെ രൂപപ്പെട്ടു വരുന്നത് ആ കലാലയ കാലഘട്ടത്തിലാണ്. അന്നത്തെ ചാറ്റൽ മഴ പോലെയുള്ള ഓർമ്മകൾ പത്മരാജൻ്റെ സിനിമകളിലൂടെയും വയലാറിൻ്റെയും ONV-യുടെയും ഗിരീഷ് പുത്തഞ്ചേരിയുടെയും ഒക്കെ പാട്ടുകളിലൂടെയും കവിതകളിലൂടെയും ചാറ്റൽ മഴ നമ്മുടെയൊക്കെ നനുത്ത ഓർമ്മകളാണ്. നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന, നമ്മുടെ ഭൂമിയെ തണുപ്പിക്കുന്ന ഒരു ഓർമ്മയാണ് നമുക്ക്. എന്നാൽ ഇന്നത്തെ ഒരു കാലഘട്ടം, ഈ ഡിജിറ്റൽ യുഗത്തിൻ്റെ ഒരു കാലഘട്ടം, ഇപ്പോൾ ഒരു പ്രസംഗം കേൾക്കണമെങ്കിൽ ഏത് വിഷയത്തെക്കുറിച്ചാണെങ്കിലും ChatGPT ഇല്ലാത്ത ഒരു ചെറിയ കുട്ടികൾ പോലും നമ്മുടെ നാട്ടിലില്ല. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ChatGPT-യുടെയും കാലത്ത് എന്തിനാണ് ഒരു പ്രസംഗം? സുകുമാർ അഴീക്കോടോ MA വിജയൻ മാഷോ ഒന്നും പ്രസംഗിക്കുന്നത് പോലെ കേട്ടിരിക്കേണ്ട ഒരു കാലഘട്ടമില്ല. അവർക്ക് മാസങ്ങളോളം പഠിച്ച് ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ അത്രയേറെ തയ്യാറെടുപ്പിലൂടെ വരുന്നതാണ്. എന്നാൽ ഇന്നതിൻ്റെ ഒന്നും ഒരു സാങ്കേതിക യുഗത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യം പോലുമില്ല. എന്നാൽ ആ സാങ്കേതിക യുഗത്തിൻ്റെതായ ഒട്ടേറെ പ്രശ്നങ്ങളും പരിമിതികളുമുണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ ബന്ധങ്ങൾ കൂടി വരികയും ഹൃദയബന്ധങ്ങൾ വളരെയേറെ കുറഞ്ഞു വരികയും ചെയ്യുന്നൊരു കാലഘട്ടമാണ്. ആരുടെയും കുഴപ്പം കൊണ്ടല്ല, നമ്മളെല്ലാവരും ധൃതി പിടിച്ച ആളുകളാണ്. ആർക്കും ഒരു നിമിഷം പോലും നിൽക്കാനുള്ള സമയമില്ല. എന്നാൽ ഈ ചാറ്റൽ മഴയൊക്കെ പോലെയുള്ള നമ്മുടെ ക്യാമ്പസ് ഓർമ്മകൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും നമ്മളെ തിരിച്ചറിയാനും നമ്മൾ എന്തായിരുന്നു എന്ന് ചിന്തിക്കാനും ഈ ചാറ്റൽ മഴ നമ്മളെ സഹായിക്കും. ആ ജീവിത അനുഭവങ്ങളാണ് ഇന്നലകളിൽ നമ്മൾ കണ്ട സ്വപ്നങ്ങൾ. നമ്മുടെ ഈ മഴയും നമ്മുടെ ക്യാമ്പസും നമ്മുടെ കൗമാരവും നമ്മുടെ യൗവനവുമാണ് നമ്മളന്ന് സ്വപ്നം കാണാൻ പഠിപ്പിച്ചത്. ഇന്നത്തെ തലമുറക്ക് അങ്ങനെയുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ടാവും. പക്ഷേ പുതിയ കാലഘട്ടത്തിൽ അവരവരുടേതായ രീതിയിൽ അതൊക്കെ ആസ്വദിക്കുന്നു. നമ്മളതിനെ വിമർശിക്കാൻ പോകേണ്ട കാര്യമില്ല. പുതിയ കാലഘട്ടത്തിൽ അതിനോട് താരതമ്യപ്പെടുകയല്ലാതെ അതിനെ മുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് നമ്മൾ അന്യഗ്രഹ ജീവികളായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. ഈ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടേ നമുക്ക് പോകാൻ കഴിയൂ. ഈ ഡിജിറ്റൽ യുഗത്തിൽ അതിനോട് പൊരുത്തപ്പെട്ടുകൊണ്ടല്ലാതെ നമുക്ക് ആർക്കും ജീവിച്ചു പോകാൻ കഴിയില്ല. ഇന്ന് ലോകത്ത് സംഭവിക്കുന്ന ഓരോ മാറ്റവും മുമ്പ് വർഷങ്ങളെടുത്ത് പതിറ്റാണ്ടുകളെടുത്തായിരുന്നുവെങ്കിൽ ഇന്ന് നിമിഷാനേരം കൊണ്ട് മാറുകയാണ്. ആ നിമിഷാനേരം കൊണ്ട് മാറുന്ന ലോകത്താണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ആ ലോകത്തിൻ്റേതായ എല്ലാ തരത്തിലുള്ള സവിശേഷതകളും നമ്മളെയൊക്കെ സ്വാധീനിക്കുന്നുമുണ്ട്. ആ സ്വാധീനത്തിൽ അകപ്പെട്ടുകൊണ്ട് പരസ്പരം അന്യരായി ജീവിക്കാതെ നമ്മുടെ ഈ സൗഹൃദങ്ങളെയും ബന്ധങ്ങളെയും നമ്മുടെ മാനസികമായ ഐക്യവുമൊക്കെ ഊട്ടിയുറപ്പിക്കുന്ന ഒന്നാകാൻ നമ്മുടെ ഈ ചാറ്റൽ മഴ പോലെയുള്ള ഓർമ്മകൾ തീർച്ചയായും സഹായിക്കും. ഇന്നലകളിലെ ഓർമ്മകളും നാളെയുടെ സ്വപ്നങ്ങളും പങ്കുവെച്ചുകൊണ്ട് ഒരു നിമിഷ നേരത്തേക്കെങ്കിലും നമുക്ക് നമ്മളായി ജീവിക്കാൻ, നമ്മളെ ഓർമ്മിക്കാൻ, നമ്മുടെ ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണാൻ, നമ്മുടെ ക്യാമ്പസ് കാലഘട്ടങ്ങളിൽ നമ്മുടെ അനുഭവങ്ങളൊക്കെ പരസ്പരം നമ്മൾ പങ്കുവച്ചിരുന്നതുപോലെ അന്ന് മറ്റൊന്നുമില്ല നമുക്ക്. നമ്മുടെ ആ കാലഘട്ടത്തിൻ്റെ ഓർമ്മകൾ എത്ര സുന്ദരമാണ്. നമുക്കന്ന് രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ചുരുങ്ങിയ കാലഘട്ടത്തേ ഉള്ളൂ. അന്നത്തെ രാഷ്ട്രീയ വിരോധമൊന്നും നമ്മൾ കാലാകാലം ഓർമ്മിച്ചിരിക്കുന്ന ആളുകളല്ല. ആ സൗഹൃദങ്ങളൊക്കെ ജീവിതാവസാനം വരെ നമ്മുടെ കൂടെയുള്ളതാണ്. നമ്മുടെ ഇന്നലകൾ, നമ്മുടെ ഓർമ്മകൾ, അതിനെ വീണ്ടും അയവിറക്കാനും നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെ നാളെ കൂടുതൽ സന്തുഷ്ടമായ ഒരു ഭാവി നമുക്ക് സ്വപ്നം കാണാൻ കഴിയാവുന്ന ഒരു നിമിഷ നേരത്തെ നമുക്ക് ആസ്വദിക്കാൻ കഴിയാവുന്ന ഒന്നാവട്ടെ ഈ ചാറ്റൽ മഴ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അതിനുവേണ്ടി സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് എനിക്കൊരു അവസരം നൽകിയ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജെറോമാണ്. ഞാൻ സെൻറ്റ് അലോഷ്യസ് കോളേജിൽ പഠിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടന്ന് തന്നെ ഞങ്ങൾ കുറേ ദീർഘകാലമായുള്ള സൗഹൃദമുള്ള ആളുകളാണ്. ഒരു തവണ സെൻറ്റ് അലോഷ്യസുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്ക് ക്ഷണിക്കും എന്ന് എന്നോട് പറഞ്ഞു. തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായ ഒരു ക്യാമ്പസിൽ ഇങ്ങനെ ഒരു അതിഥിയായി നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ സാധിച്ചതിൽ തീർച്ചയായും എനിക്കേറെ അഭിമാനവും വ്യക്തിപരമായ ആഹ്ലാദവും ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. എൻ്റെ ഈ കിട്ടിയ അവസരം സെൻറ്റ് അലോഷ്യസ് കോളേജിൽ ഒരുപാട് സാഹചര്യങ്ങളുമുണ്ട്. അവർ തുടർച്ചയായി പരിപാടികൾക്ക് വിളിക്കും. അവിടെ സ്പോർട്സ് അലുമിനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒട്ടേറെ അവസരങ്ങളുണ്ട്. അവിടെ ഞാൻ പല കാര്യങ്ങളും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് കിട്ടിയ അവസരം ഉപയോഗിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെയും ആ രീതിയിലുള്ള കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുമൊക്കെ പല കാര്യങ്ങളിലും എനിക്കും സഹായിക്കാനും കഴിയാവുന്ന മേഖലകളുണ്ട്. തീർച്ചയായും ആ ക്യാമ്പസിൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്വവും എൻ്റെ ചുമതലയായി ഞാൻ കാണുന്നു. ആ ചുമതലയിൽ നിറവേറ്റാൻ സന്തോഷത്തോടു കൂടി ഞാൻ ഈ കലാലയത്തോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരെയും കാണാനും ദുബായിൽ ഇങ്ങനെ കൂടിച്ചേരലിനും എനിക്ക് അവസരം തന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും സഹപാഠികളോടും കലാലയത്തിലെ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ ചാറ്റൽ മഴ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നമ്മുടെ സെൻറ്റ് അലോഷ്യസ് അഡ്മിനിസ്ട്രേറ്റർ റെവറൻറ്റ് ഫാദർ അരുൺ ജോസ് ഫാദറിനെ കീനോട്ട് അഡ്രസ്സിനായി ക്ഷണിക്കുകയാണ്. വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാന്യരായിട്ടുള്ള അലോഷ്യസ് കുടുംബാംഗങ്ങളെ, എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് നിൽക്കുമ്പം കല്യാണം കെട്ടിക്കാൻ പോയൊരവസ്ഥ ഇപ്പോൾ. കാരണം എന്താ പറയേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് വലിയ ബോധ്യമില്ല. കാരണം എന്തു പറഞ്ഞാലും പണി കിട്ടും, അത് ഉറപ്പാണ്. കാരണം കല്യാണം കെട്ടിക്കാൻ പോകുമ്പോൾ എനിക്കറിയില്ല, അതിൽ ക്രിസ്ത്യൻ കല്യാണങ്ങൾ കെട്ടിക്കാൻ പോകുമ്പോൾ ഇത് ബ്ലസ് ചെയ്യണേക്കാൾ മുമ്പ് 2 വാക്ക് പറയുക എന്നൊരു പരിപാടിയുണ്ട്. നേരത്തെ സുനിൽ സാറ് പറഞ്ഞതുപോലെ ചാറ്റൽ മഴയായിട്ടൊക്കെ തുടങ്ങാമെന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ പറഞ്ഞു വരുന്ന ഏതെങ്കിലും ഒരു സാധനത്തിനകത്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ ഇവന്മാരിത് ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട്.
ഏതെങ്കിലും സമയത്ത് റീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒരുമിച്ച് ചേർത്ത് വയ്ക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഇടാൻ പോകുന്ന ബൈറ്റ് അച്ഛൻ കൊടുക്കുന്ന ഈ പരിപാടിയായിരിക്കും. അതോടുകൂടി ചാറ്റൽ മഴയായിട്ട് തുടങ്ങേണ്ട കല്യാണം പരിപാടികളൊക്കെ കൊടുങ്കാറ്റും ഇടിമിന്നലും ഭൂകമ്പങ്ങളുമായിട്ട് അവസാനിക്കും. ഞങ്ങൾ തമാശയ്ക്ക് പറയുന്ന മാതിരി കൂടുമ്പോൾ ഇമ്പമുള്ളതാകണം കുടുംബം, പക്ഷേ ഈ പ്രസംഗത്തോടു കൂടി കൂടുമ്പോൾ ഭൂകമ്പമുള്ളതായി പല കുടുംബങ്ങളും ഇല്ലെങ്കിൽ പ്രശ്നങ്ങളും മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തിരി പേടിയോടെയാണ് ഞാൻ നിൽക്കുന്നത്. ഏറ്റവും സ്നേഹത്തോടെ ഇല്ലെങ്കിൽ ഏറ്റവും ചാരിതാർത്ഥ്യത്തോടെ അഭിമാനത്തോടെയാണ് ഞാൻ അലോഷ്യസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കുന്നത്. അതിന് ഞാൻ ആദ്യമേ തന്നെ പ്രസിഡന്റ് വിനീതനാണെങ്കിലും ഉണ്ണിച്ചേട്ടനോട് നന്ദി പറഞ്ഞു തുടങ്ങുക. കാരണം 2020 തുടങ്ങിയാണ് ഞാൻ കോളേജിൻ്റെ ഭാഗമാകുന്നത്. കോളേജിലേക്ക് ജോയിൻ ചെയ്യുന്നത് 2020 കൊറോണ കാലഘട്ടത്തിലാണ്. എൻ്റെ പഠിപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. കൊറോണ കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് വെക്കേഷന് വന്ന 8-9 പേരുണ്ടായിരുന്നു. അതിൽ ഉണ്ണിച്ചേട്ടനുണ്ട്, ഷാബിൻ ചേട്ടനുണ്ട്, പിന്നെ സുനിൽ ചേട്ടനുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ വന്ന് ഗേറ്റിൻ്റെ അവിടെ പൂട്ടിക്കിടക്കുന്ന ഗേറ്റിൻ്റെ അവിടെ മാനം നോക്കി നിൽക്കണപ്പോൾ കൊറോണ സമയത്ത് ഞാൻ എല്ലാ ഗേറ്റും അടച്ച് ആരെയും കയറ്റരുതെന്ന് പറഞ്ഞിരുന്ന സമയത്ത് ഇവരാരടാ കയറിയിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ചെന്ന് നോക്കിയതാണ്. അപ്പോഴാണ് ഇവർ പറഞ്ഞ് ഞങ്ങൾ അലോഷ്യസിലെ അലൂമിനയാണ്. പിന്നെ അതങ്ങനെ വർത്തമാനം പറഞ്ഞു. അന്ന് അലോഷ്യസുമായി ബന്ധപ്പെട്ട UAE എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് തന്നൊരു ലീഡായിരുന്നു, ഒരു അഷ്വറൻസ് ആയിരുന്നു JP. ഞാൻ നന്ദിയോടെ ഒപ്പം തന്നെ ഏറ്റവും കുറച്ച് വിഷമത്തോടു കൂടി ഓർക്കുകയാണ് നമ്മിൽ നിന്നും പിരിഞ്ഞു പോയ JPയെ. അങ്ങനെ തുടങ്ങിയതാണ്. അലോഷ്യസിലെ സ്റ്റാഫിനെ കാണുന്നതിന് മുൻപ് ഞാൻ കണ്ട് പരിചയിച്ച 6-7 മുഖങ്ങളാണ് ഇവരൊക്കെ. അങ്ങനെ ഒരു അവസരത്തിലാണ് ഓർക്കാപ്പുറത്ത് ഉണ്ടോണ്ടിരുന്ന നായർക്ക് ഒരു ഉൾവിളി എന്ന് പറഞ്ഞ പോലെ ഒരു ദിവസം രാത്രി എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ദുബായ് വരെ വരുമോ? ഞാൻ ആകെ കേട്ടിരിക്കുന്നു ഓളരിയിലേക്ക് എന്തെങ്കിലും സാധനം മേടിക്കാൻ വരുമോ എന്ന് കിച്ചണിലെ ചേട്ടൻ ചോദിക്കുന്നത് മാത്രം. അത്ര ലാഘവത്തോടെയാണ് ഇവർ ഒന്ന് ചോദിച്ച് ദുബായ് വരെ വരുമോ? കേട്ട പാതി കേൾക്കാത്ത പാതി. ഇനിയൊരു അവസരം കിട്ടാൻ ഒരു സാധ്യതയില്ലാത്തതുകൊണ്ട് കിട്ടാവുന്ന പെർമിഷനൊക്കെ ഉള്ള വേഗത്തിൽ ഞാൻ എടുത്തു. കാറടച്ച രസീത് വേണോ, വില്ലേജ് ഇൻഫോ എടുക്കണോ, എന്ത് വേണമെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി. ഇന്നിവിടെ വന്ന് നിൽക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള കാര്യം, എങ്ങനെയാണോ അലോഷ്യസ് നാട്ടിൽ ഇപ്പം അറിയപ്പെടുന്നത്, നേരത്തെ സുനിൽ സാറ് പറഞ്ഞ മാതിരി തുടങ്ങിയ പോലെയല്ല ഇപ്പം അലോഷ്യസ്. കുറേ അങ്ങ് വലുതായി. നിങ്ങളുടെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന മുത്തശ്ശിമരം പോലെ വളരെ വലുതായി തുടങ്ങി. അതിൻ്റെ ഒരു മിനിയേച്ചർ it's been over here. It's very, very pleasant to see that you're all coordinated, orchestrated like a strings. അത്രയും സന്തോഷത്തോടുകൂടി ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ ഞാൻ വീണ്ടും ഉണ്ണിച്ചേട്ടനെ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഇതിങ്ങനെ കൊണ്ടുപോകാൻ 10 വർഷത്തെ ഒരു ജീവിതം ഇതുപോലെ കൊണ്ടുപോകാൻ സാധിച്ചതിന് ഐ റിയലി ഹാറ്റ്സ് ഓഫ്. ഇറ്റ്സ് എ ബിഗ് ടാസ്ക്. കാരണം 4-5 വർഷമായിട്ടുള്ള ഞാൻ കോളേജിനകത്ത് കയറി കോളേജ് ഒന്ന് പരുവപ്പെടുത്തി കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട്. ഞാൻ 60 വയസ്സ് വരെ റിട്ടയർമെൻറ്റ് ഏജ് ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ സുപ്പീരിയറിനോട് പറയും മിക്കതും 2 വർഷത്തിൽ ഞാൻ റിട്ടയർമെൻറ്റ് ചെയ്യേണ്ടി വരും. കാരണം അതുപോലെ ഹെക്റ്റിക്കാണ് ഈ ജോബ്. ആ അവസരത്തിലാണ് ഉണ്ണിച്ചേട്ടൻ ഇതിങ്ങനെ ഒരുമിച്ച് 10 വർഷമായിട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹെർക്കുലിയൻ ടാസ്ക്. സോ ഉണ്ണിച്ചേട്ടൻ, സിൻഡോ അവിടെ ഇരിപ്പുണ്ട്, വിനീതണ്ണ ഇരിപ്പുണ്ട്, ഇനിയാണ് പരിചയമുള്ള കുറേ പേരുണ്ട്, ഷാബിൻ ചേട്ടൻ, സുനിൽ ചേട്ടൻ, അങ്ങനെ ഒത്തിരി, വൈജേട്ടൻ, അങ്ങനെ ഒരുപാട് പേരിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉദ്യമത്തിന് എല്ലാ തരത്തിലുള്ള നന്ദി ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ പറയുകയാണ്. ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഏറ്റവും ഐ എം റിയലി ഓവർവെൽഡ് ടു നോ ദാറ്റ് സുനിൽ സാറ് നമ്മുടെ അലൂമിനയാന്നുള്ളത്. ജെറോം ചേട്ടൻ എവിടെയാണെന്ന് അറിയില്ല, ഇവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും. എവിടെയാ? അവിടെയുണ്ട്. കാരണം എന്നെ ഈ ലോവയിൽ തന്നെ കാണണമെന്ന് നിർബന്ധം പിടിച്ച ഒരേ ഒരാളാണ്. ഷർട്ടും പാൻറ്റിട്ട് വന്നു കഴിഞ്ഞാൽ മുട്ടുകാലി കല്ലുപിടിക്കുന്ന എൻ്റെ അടുത്ത് പറഞ്ഞ്, ഇത്രയും ഇതിൽ നിൽക്കണ്ട, ലോവ ഇട്ട് തന്നെ വന്നാൽ മതി. ഞാൻ ജെറോം ചേട്ടനാണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് പറഞ്ഞത്, സാറ് നമ്മുടെ അലൂമിനിയ എന്നുള്ളത്. ഞങ്ങൾ കുറേ നാളായിട്ട് തപ്പിക്കൊണ്ട് കിടക്കുക, ഞങ്ങൾക്കൊരു MLA യും MP യും ഇല്ലല്ലോ എന്നുള്ളത്. ഇപ്പം ഞങ്ങൾക്ക് ഉറപ്പായി, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഞങ്ങൾക്കും ഉണ്ടറാ കേന്ദ്രത്തിലൊരു പിടി എന്ന് പറയുന്ന പോലെ ഞങ്ങൾക്കും ഉണ്ട് ഒരു പിടുത്തം. അതിനൊരു അവസരം കിട്ടി. ഇനി നിങ്ങളോടൊരു നല്ല വാക്കും നന്ദി വാക്കും തുടരുക. കാരണം നിങ്ങൾ തുടങ്ങി വെച്ച പണി എന്ന് പറയുന്നത് എളുപ്പപ്പണിയല്ല. ഇന്ന് കേരളത്തിൽ കോളേജുകൾ ഒന്നൊന്നായി പൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിവിടെ അലൂമിനൈ വളരെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഞാൻ 2020-21 ഈ പറഞ്ഞ 6-7 പേരെ കണ്ടതിൻ്റെ വെളിച്ചത്തിൽ കിട്ടിയ ഇൻസൈറ്റ്സിലാണ് കോളേജിൻ്റെ ഇപ്പം നാട്ടിലുള്ള അലൂമിനൈനെ കരുപിടിപ്പിച്ചുകൊണ്ടിരുന്നത്. നൗ ഇറ്റ്സ് ഓൺ ഫയർ. കാരണം ഒരു കോർഡിനേഷൻ ഉണ്ട്. നേരത്തെ വിനീതേട്ടൻ പറഞ്ഞതുപോലെ ഒരു കോർഡിനേഷൻ അപ്പോൾ ഉണ്ട്. നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ജോൺ P. വർക്കി ചേട്ടൻ്റെ പേരിൽ, അദ്ദേഹം മരിച്ചുപോയി.
ഫേമസ് ഗിറ്റാറിസ്റ്റ്. മനോജേട്ടൻ വരുന്നുണ്ട്. മനോജേട്ടൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്ന സതീർത്ഥ്യനാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മൾ ഓൾ കേരള ഒരു ഇൻ്റർ കോളേജ് മ്യൂസിക് ബാൻഡ് കോമ്പറ്റീഷൻ ഹാസ് ബീൻ സ്റ്റാർട്ടഡ്. ഇറ്റ്സ് ബീൻ ദ സെക്കൻഡ് സീസൺ റൈറ്റ് നൗ. ഇറ്റ് ഹാപ്പൻസ് ഓൺ December 13th. അതും കൂടെ ഞങ്ങൾ പറയുകയാണ്. ഒരു വലിയ ഹ്യൂജ് ഈവൻ്റാണ്. 3500 പേര് കഴിഞ്ഞ കൊല്ലം തന്നെ നമ്മുടെ അലൂമിനി ആയിട്ടുള്ളവർ വന്നിട്ടുണ്ടായിരുന്നു. ഇക്കൊല്ലവും ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഹരിശങ്കറിൻ്റെ ഒരു ഗാനമേളയും പരിപാടിയൊക്കെ വെച്ചുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. വേറെ ഒന്നുകൊണ്ടുമല്ല, അവിടെയും ഇവിടെയും ദുബായിലായാലും എവിടെ ചെന്നാലും അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ടിങ് അലോഷ്യൻസിനുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നൊരു വാക്കാണ്, വൺസ് യു ആർ അലോഷ്യൻ ഓൾവേസ് യു ആർ ആൻ അലോഷ്യൻ. ഇറ്റ്സ് എ ഡെസ്റ്റിനി, ദ സെയിം ടൈം ഇറ്റ്സ് എ ബ്ലെസ്സിങ്. ആ ഒരു ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും ഇവിടെ നിൽക്കുന്നത്. അലോഷ്യസ് കോളേജിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടും പ്രിൻസിപ്പൽ, അലൂമിനെ കോർഡിനേറ്റർ ആയിട്ടുള്ള ജെയിൻ സാർ എല്ലാവരുടെയും പേരിൽ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും ഏറ്റവും സ്നേഹത്തോടുകൂടി ഞാൻ നേരുകയാണ്. ഇനിയും മനോഹരമായിട്ട് ഇത് മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ. നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് എല്ലാത്തിനും നന്ദി പറയുന്നു. ഒപ്പം തുടർന്നും ഏറ്റവും മനോഹരമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് അലോഷ്യൻ. താങ്ക് യു. താങ്ക് യു ഫാദർ അരുൺ ജോസ് ഫോർ യുവർ വണ്ടർഫുൾ സ്പീച്ച്. അടുത്തതായിട്ട് നമ്മുടെ 10th ആനിവേഴ്സറി സെലിബ്രേഷൻ ആണ് അല്ലേ സെൻറ്റ് അലോഷ്യസ് കോളേജ് അലുമിനിയുടെ. അപ്പോൾ കേക്ക് കട്ടിംഗ് ആണ് അടുത്തതായിട്ട്. ആ ഒരു മധുരവും മനോഹരവും ആവട്ടെ ഇനിയുള്ള സെൻറ്റ് അലോഷ്യസ് കോളേജ് അലുമിനിയുടെ ജൈത്രയാത്ര. അപ്പോൾ കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഓണറബിൾ MP-യെയും അതുപോലെ തന്നെ ഫാദർ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യാനാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ സന്തോഷം. നല്ല കൈയടി ആവട്ടെ, നല്ലൊരു കൈയടി ആവട്ടെ. നമ്മുടെ സെൻറ്റ് അലോഷ്യസ് അലുമിനിയുടെ ആ ഒരു കൈയടി, ആ ഒരു ശക്തി ഇവിടെ കാണിക്കൂ. നല്ല കൈയടി. ഇവിടെ വിസിലൊക്കെ അടിക്കാൻ അറിയാലോ അല്ലേ? അക്കാഫിൻ്റെ പരിപാടിക്കൊക്കെ അടിപൊളി വിസിലൊക്കെ ആണല്ലോ ഞാൻ കേൾക്കാറ്. ഇവിടെ ഒന്നും ഇല്ലേ? താങ്ക് യു സോ മച്ച്. ഇപ്പോഴും ആ കോളേജിൽ തന്നെയാണോ നിങ്ങളല്ലേ? അടുത്തതായിട്ട് നമ്മുടെ ചീഫ് ഗസ്റ്റ് നമ്മുടെ MP PP സുനി സാറിന് നമ്മുടെ ഒരു സ്നേഹോപഹാരം, ചെറിയൊരു നമ്മുടെ ഒരു ടോക്കൺ ഓഫ് ലവ് സുവനീർ നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രസിഡന്റ് വിനീതേട്ടനെ ക്ഷണിക്കുകയാണ്. പൊന്നാടി അണിയിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം MP എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകം പറയാനില്ലേ എത്രമാത്രം ബിസി ആയിരിക്കും അദ്ദേഹം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ടും സെൻറ്റ് അലോഷ്യസിനോടുള്ള സ്നേഹം കൊണ്ടാണ് അദ്ദേഹം വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ ഒരു ചെറിയൊരു സ്നേഹോപഹാരമാണ്. നല്ലൊരു കൈയടി ആവാം. ഈ ഒരു മൊമെന്റ് അൺഫോർഗറ്റബിൾ ആവട്ടെ അദ്ദേഹത്തിൻ്റെ മനസ്സിലും. അടുത്തതായിട്ട് നമ്മുടെ ഫാദറിനെ പൊന്നാടി അണിയിക്കാനായിട്ട് നമ്മുടെ വനിതാരത്നം, വനിതാ വിഭാഗത്തിന്റെ ശക്തി, നമ്മുടെ വൈസ് പ്രസിഡന്റ് മിസ്സിസ് ജൂലിയെ ക്ഷണിക്കുകയാണ് പൊന്നാടി അണിയിക്കാനായി. We are honoring our father അരുൺ ജോസ്. മൊമെന്റോ നൽകുന്നു. താങ്ക് യു സർ. നമ്മുടെ സീനിയർ മെമ്പർ സിദ്ധൻ ചേട്ടനെ ഓണർ ചെയ്യുകയാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നിറഞ്ഞ കൈയോടുകൂടി. അദ്ദേഹത്തിൻ്റെ ഒക്കെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നൊക്കെ പറയുന്നത് ഈ ഒരു സെൻറ്റ് അലോഷ്യസ് അലൂമിനിയെ ഇത്രയും 10ാം വാർഷികത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവന എന്ന് പറയുന്നത് വളരെ വലുതാണ്. അദ്ദേഹത്തെ ഓണർ ചെയ്യുകയാണ് നമ്മൾ. അതിനായിട്ട് ഉണ്ണിച്ചേട്ടനെ ക്ഷണിക്കുകയാണ്. നമ്മുടെ SCC ഫൗണ്ടർ ഉണ്ണിച്ചേട്ടൻ പൊന്നാടി അണിയിക്കുന്നു. നമ്മുടെ SACയുടെ ഏറ്റവും സീനിയർ മെമ്പറാണ് സിദ്ധൻ ചേട്ടൻ. ഇത് എനിക്ക് വെറുതെ അങ്ങനെ പോകാൻ പറ്റില്ല. ഒരു 2 വാക്ക് എന്തായാലും പറയണം. കാരണം നമ്മുടെ സെൻറ്റ് അലോഷ്യസ് കോളേജിൻ്റെ മെമ്പേഴ്സാണ് എല്ലാവരും. എന്താണ് സാറിന് ഒരു പറയാനുള്ള, അവരോടുള്ള ഒരു വാക്കുകൾ എന്താണ്? അസ്സലാമു അലൈക്കും ആൻഡ് ഗുഡ് ഈവനിങ് സർ. ഞാൻ 50 വർഷങ്ങൾക്ക് മുമ്പാണ് അലോഷ്യസിൽ പഠിച്ചത്. 1975 അന്ന് ആ കോളേജിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും മറ്റ് പാരൻസും എന്നെ ഓടിച്ചിട്ട് അടിച്ചിട്ട് എത്തിക്കില്ല. കാരണം അവിടെ ഒരു ഇമ്പമുള്ള ഒന്നും കാണാനുണ്ടായിരുന്നില്ല. ഞങ്ങൾ വളരെ കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അതും ഈ സെമിനാരിൽ പഠിക്കുന്ന കുറേ ആൾക്കാരും പിന്നെ എന്നെ പോലത്തുള്ള ചില മണ്ടന്മാരും മാത്രമേ അന്ന് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് ആ കോളേജ് ഇപ്പോൾ ഈ ഡിസ്ലിംഗ് ലൈക്ക് തിങ്സ് ആർ ഹാപ്പനിങ്. സോ വെരി പ്ലസൻറ്റ്, വെരി ഹാപ്പി ടു സീ ദീസ് തിങ്സ്. ഞങ്ങളുടെ കാലഘട്ടങ്ങളിൽ ഇതൊന്നും നടത്താൻ പറ്റിയിട്ടില്ല.
ഇപ്പോഴെങ്കിലും ഈ ചെറുപ്പം കുട്ടികൾ എൻ്റെ മക്കളെന്ന് തന്നെ പറയാൻ പറ്റും. അവർ ഇത്രയും നന്നായി ഈ കാര്യങ്ങൾ നടത്തുന്ന കാണുമ്പോൾ ഐ എം വെരി ഹാപ്പി ടു സീ ദാറ്റ്. സോ താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ലോട്ട്. താങ്ക് യു ചേട്ടാ. എന്തായാലും നമ്മളെ ഈ SACക്ക് ഇനിയും സാറിൻ്റെ എന്താ പറയുക, സാറിൻ്റെ അനുഗ്രഹം ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ടാഗ് ലൈൻ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ വിന്നറിനുള്ള പ്രൈസാണ് ടിസി ഗോൾഡ് വിന്നർ. ടിസി ഗോൾഡാണ് പ്രൈസ് നൽകുന്നത്. സുജിത സജീവ് കുമാറാണ് വിന്നർ. പക്ഷേ അദ്ദേഹം ഇവിടെ ഇല്ല, ഇവിടെ അവൈലബിൾ അല്ല. സോ കസിൻ രേഖയെ ക്ഷണിക്കുകയാണ്. കസിൻ രേഖയാണ് സുജിതയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു പ്രൈസ് ഏറ്റുവാങ്ങുന്നത്. സുജിതയ്ക്ക് പകരമാണ് രേഖ വന്നിട്ട് പ്രൈസ് ഏറ്റുവാങ്ങുന്നത്. എന്തായാലും നല്ലൊരു കൈയോടുകൂടി നമുക്ക് സുജിതയുടെ പ്രൈസ് കൊടുക്കാം. ടിസി ഗോൾഡാണ് ഈ ഒരു പ്രൈസ് നൽകുന്നത്. ടാഗ് ലൈൻ കോമ്പറ്റീഷൻ വിന്നർ സുജിത സജീവ് കുമാർ. താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ് സുജിത. അടുത്തതായിട്ട് ആശംസയാണ്. ആശംസ പ്രസംഗത്തിനായി ആദ്യമായി ഞാൻ ക്ഷണിക്കുന്നു നമ്മുടെ അക്കാഫ് അസോസിയേഷൻ പ്രസിഡന്റ് മിസ്റ്റർ പോൾ ടി ജോസഫ്. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന പ്രിയങ്കരനായ MP ശ്രീ PP സുനീർ, കോളേജ് അഡ്മിനിസ്ട്രേറ്റർ എവിൻ ജോസ്, സെൻറ്റ് അലോഷ്യസ് കോളേജിൻ്റെ നേതാക്കന്മാരെ, എൻ്റെ കുഞ്ഞനുജന്മാരെ, കുഞ്ഞനുജത്തിമാരെ, നിങ്ങളെ അങ്ങനെ അഭിവാദനം ചെയ്യാൻ കാരണം നിങ്ങളുടെ ഒരു സീനിയർ ഞാൻ തന്നെയാണെന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരിലാണ്. നമ്മൾ കോളേജ് ക്യാമ്പസ് അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ വി ആർ ജസ്റ്റ് ഗോയിങ് ബാക്ക് അവർ കോളേജ് ഡേയ്സ് ആൻഡ് ആ നൊസ്റ്റാൾജിക് ഫീലിങ്ങിലാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അലൂമിനി മെമ്പറായ ശ്രീ MP അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ വളരെ സരസമായി ഫാദർ ജോസും അതിനെപ്പറ്റി സംസാരിച്ചു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 27 ഇയേഴ്സ് നമ്മൾ ഈ മഹാനഗരത്തിൽ, ദുബായ് എന്ന മഹാനഗരത്തിൽ അക്കാഫ് അസോസിയേഷൻ പടുത്തുയർത്തിയത് കോളേജ് അലുമിനികളുടെ ഒരു ശക്തി തന്നെയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ തമ്മിലുള്ള സ്നേഹം പങ്കിടാനും നമ്മളുടെ സന്തോഷം പങ്കുവെക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തോടുള്ള കടപ്പാടുകൾ നിർവഹിക്കാനും വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ അക്കാഫിനകത്ത് രാഷ്ട്രീയമില്ല, മതമില്ല, ജാതിയില്ല, ഉച്ചനീചത്വങ്ങളൊന്നുമില്ല. നമ്മളെല്ലാവരും ഒരേ ചിന്താഗതിയും ഒരേ സ്നേഹത്തോടെയും ഒരേ എന്താ പറയുന്നത് കാഴ്ചപ്പാടോടെയും കൂടെ ജീവിക്കുന്ന ഒരു പറ്റം കൂട്ടുകാരാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള ഏകദേശം 100ഓളം കോളേജുകളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഈ നമ്മളിങ്ങനെയുള്ള ഇവൻറ്റുകൾ ചെയ്യാൻ നമുക്ക് സഹായം കിട്ടുന്നത് സ്പോൺസേഴ്സാണ്. നമുക്ക് ബഹുമാനിയായ റെസ്പെക്റ്റബിൾ സ്പോൺസേഴ്സ് ആർ സിറ്റിംഗ് ദെയർ. സോ ഐ നീഡ് ടു എക്സ്പ്ലെയിൻ ലിറ്റിൽ ബിറ്റ് അബൌട്ട് സെൻറ്റ് അലോഷ്യസ് കോളേജ്. St. Aloysius College is celebrating the 10th year anniversary here, and they have been part of All Kerala Colleges Alumni Forum, ACAF Association, recognized by the government of Dubai. So we were doing a lot of humanitarian work in this country, and considering our humanitarian effect, the government has recognized us with a license called ACAF Association. So we have more responsibility to do the service to the society. So the support from the sponsors, that's our strength. So we always thankful for your support, and we always consider your support in these activities, because without your support we cannot undertake any activities in this country. So I'll go back to my own language. സോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്കെന്നും സന്തോഷം പകരാനും നമ്മുടെ കോളേജ് ക്യാമ്പസുകൾ 10 പേര് കൂടിയാൽ പോലും നമ്മൾ നമ്മുടെ കോളേജ് ക്യാമ്പസിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ നമ്മൾ എന്നും ശ്രമിക്കാറുണ്ട്. നമ്മുടെ ഈ സ്നേഹം, നമ്മുടെ ഈ സാഹോദര്യം നമ്മളിൽ എന്നും നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം. നമുക്ക് ഇന്നത്തെ ദിവസം വളരെ
വർഷങ്ങൾക്ക് നിങ്ങൾ 2 വർഷമായി 2 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ ഒരു വലിയ ആഘോഷം സംഘടിപ്പിക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, നിങ്ങൾ തുടങ്ങിയ കാലഘട്ടങ്ങളിൽ വളരെ വലുതായിട്ടുള്ള ആഘോഷങ്ങൾ നിങ്ങൾ പങ്കെടുത്തിരുന്നു. നിങ്ങൾ തിരിച്ചും അതിലേക്ക് തന്നെ എത്തിച്ചേരുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നല്ലൊരു സായാഹ്നമാവട്ടെ, സന്തോഷമാവട്ടെ, എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ. സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു പോൾ സർ ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. അടുത്തതായിട്ട് നമ്മുടെ ഫൗണ്ടർ മെമ്പർ മിസ്റ്റർ ഉണ്ണിച്ചേട്ടനെ ക്ഷണിക്കുകയാണ് ആശംസ അറിയിക്കാനായിട്ട്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ ശ്രീ വിനീത് വിജയൻ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള മെമ്പർ ഓഫ് പാർലമെൻറ്റ് VP സുനീർ, കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ അരുൺ ജോസ്, ബാക്കി ജൂലി, നമ്മുടെ ഈവൻറ്റിൻ്റെ ജനറൽ കൺവീനർ അരുൺ, സെക്രട്ടറി സിൻഡോ തുടങ്ങി എല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ 10 വർഷത്തെ ഒരു ജേണി, ഞാൻ ഒരു 4-5 പേര് 1994 അല്ലെങ്കിൽ ആ ഒരു 2000 മുൻപ് പഠിച്ചിട്ടുള്ള കുറച്ച് പേര് കൂടിയിട്ടാണ് ഒരു 10-15 പേര് കൂടിയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കുകയും 2015 നവംബർ 27 മംസാർ പാർക്കിൽ വെച്ചിട്ട് ഞങ്ങളൊരു മീറ്റിംഗ് ആദ്യമായിട്ട് വിളിച്ചു ചേർത്തു. അതിനുശേഷം അടുത്ത വർഷം 2016 ജനുവരിയിൽ തന്നെ നമ്മളൊരു വലിയൊരു GB നമ്മൾ കൂടുകയുണ്ടായി. അപ്പോൾ ആ ഒരു ജേണി ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ 10 വർഷം എത്ര പെട്ടെന്നാണ് കടന്നുപോയത്. ആ ഒരു 10 വർഷം കൊണ്ട് നമ്മുടെ അലൂമിനിക്ക് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇവിടെയും നാട്ടിലും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സഹായങ്ങൾ നമ്മൾ എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും നമ്മളെ അക്കാഫ് അസോസിയേഷനുമായിട്ട് നമ്മൾ 2015 മുതൽ നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ഒരു ഭാഗമായിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. കോവിഡ് പ്രവർത്തനങ്ങളായാലും അതുപോലെ തന്നെ നാട്ടിലെ ഫ്ലഡ് വന്നപ്പോഴായാലും നമ്മളാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നാട്ടിലും ഇവിടെയുമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. കൂടുതൽ വിജയങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ശക്തിയോടുകൂടി സെൻറ്റ് അലോഷ്യസ് കോളേജ് അലുമിനി ദുബായിയുടെ മണ്ണിൽ പ്രവർത്തിക്കാൻ നമ്മൾക്ക് ഇനിയും ഊർജവും നൽകാൻ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ്. നമ്മളാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും വീണ്ടും ചെയ്യാൻ നമ്മൾക്ക് കഴിയുമാറാകട്ടെ. അലുമിനിയുടെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ ഇനിയും തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സെൻറ്റ് അലോഷ്യസ് കോളേജ് അലുമിനിക്ക് കഴിയുമാറാകട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ചുരുക്കുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു ഉണ്ണിച്ചേട്ടൻ. അടുത്തതായിട്ട് നമ്മൾ ഏതൊരു കൂട്ടായ്മയുടെ ഏത് പ്രവർത്തനം അല്ലെങ്കിൽ ഏതൊരു ഇവൻറ്റ് സംഘടിപ്പിക്കുകയാണെങ്കിലും അല്ലേ, നമ്മുടെ ഒരു സക്സസ് എന്ന് പറയുന്നത്, നമ്മുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സ്പോൺസേഴ്സ് തന്നെയാണ്. സോ ഞാൻ ക്വിക്ക്ലി ഒന്ന് അനൗൺസ് ചെയ്യാണ് നമ്മുടെ സ്പോൺസേഴ്സിനെ. മൈ ഗോൾഡ് വാലറ്റ് പവേർഡ് ബൈ Arakkal Gold and Diamonds presents SAC UAE Drizzles at 2025. Co-sponsored by Al Zood Cargo, Good Seol, Bluebird Group, Fat CFS and Lulu Exchange. Supported by Unity, Lamza Glass, Carvi Consultants, Quares General Trading, Bumqueen, Yasmin Exclusive, Yopus Real Estate, Al Hind Auto Maintenance, MTCT, Ascender and Damans Designs. Hospitality partner Al Buzan Center and Residence. Catering partner Rasi Restaurant. Gift partner Click On Traveler. Refreshment partner Romana and Almarai. TV partner Z Keralam. OTT partner Z5. Radio partner Gold 101.3 FM. News partner Dubai Varta. AV partner Z Pro. Absolute Frame. And this event by Eventides. So, നമ്മുടെ സ്പോൺസേഴ്സിനുള്ള മൊമെൻറ്റോ ഡിസ്ട്രിബ്യൂഷനായി അടുത്തതായിട്ട് വേദി നടക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ മെയിൻ സ്പോൺസർ
മൈ ഗോൾഡ് വാലറ്റ് പവേർഡ് ബൈ അറക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ മൊമെൻറ്റോ ആണ്. അറക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവിനെ ക്ഷണിക്കുകയാണ് മൊമെൻറ്റോ ഏറ്റുവാങ്ങാനായിട്ട്, മൊമെൻറ്റോ നൽകാനായിട്ട് നമ്മുടെ ഓണറബിൾ MP PP സുനീഷ് സാറിനെ ക്ഷണിക്കുകയാണ്. അറക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്ലീസ്. നല്ലൊരു കൈയുടെ ആവട്ടെ. അതെ, വീണ്ടും നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടേണ്ടതാണ്. നിങ്ങളുടെ കൈയുടെയാണ് അവരുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രചോദനം അല്ലേ. നല്ല കൈയുടെ കൊടുക്കാം. അറക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുപാട് ഇവൻറ്റ്സ് UAE ഇപ്പോൾ സംഘടിപ്പിച്ചു, സ്പോൺസർ ചെയ്തു, അത് മെയിൻ സ്പോൺസേഴ്സായിട്ട് തന്നെ. അപ്പോൾ ഇനി ആരെങ്കിലും ഗോൾഡ് എടുക്കാനോ അല്ലെങ്കിൽ സ്കീമിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അറക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സുമായിട്ട് ബന്ധപ്പെടുക. അടുത്തതായിട്ട് നമ്മുടെ കോ സ്പോൺസേഴ്സിനുള്ള മൊമെൻറ്റോ ആണ്. ഇൻവൈറ്റിംഗ് അൽസൂദ് കാർഗോ റെപ്രസെൻറ്റേറ്റീവ് ടു റിസീവിംഗ് ദ മൊമെൻറ്റോ. കാർഗോ ആണ്, ഓടി വായോ. മൊമെൻറ്റോ നൽകാനായിട്ട് നമ്മുടെ സുനീഷ് സാറിനെ ക്ഷണിക്കുകയാണ്. അടുത്തതായിട്ട് ഗുഡ് സി ഓൾ ആ കോ സ്പോൺസർ ഗുഡ് സി ഓൾ. ഡിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നല്ലൊരു ഗൈഡ് കൊടുക്കാവോ? അതെ, എല്ലാവരും ആകാംക്ഷയോടെ നമ്മുടെ മ്യൂസിക് കൺസേർട്ടിനാണ് വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് അറിയാം. എന്നാലും നമ്മുടെ സ്പോൺസേഴ്സ് അതാണ് നമ്മുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് മൊമെൻറ്റോ നൽകുന്ന ഈ ഒരു മൊമെൻറ്റ് നമ്മളെല്ലാവരും എൻജോയ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്തതായിട്ട് ബ്ലൂ ബേർഡ് ഗ്രൂപ്പിൻ്റെ മിസ്റ്റർ ജീവൻ നമ്മുടെ MP-യിൽ നിന്ന് മൊമെൻറ്റോ ഏറ്റുവാങ്ങുന്നു. മിസ്റ്റർ ജീവൻ ഫോർ ബ്ലൂ ബേർഡ് ഗ്രൂപ്പ്. അടുത്തതായി ഫാസ്റ്റ് CFS, our co-sponsor Fast CFS. Inviting Fast CFS. Next moving to Lulu Exchange. Inviting Lulu Exchange. അടുത്തതായിട്ട് നമ്മുടെ TV പാർട്ട്ണർ ജി കേരളത്തിനുള്ള മൊമെൻറ്റോ നൽകുന്നു. ജി കേരളത്തിൻ്റെ മിസ്റ്റർ കൃഷ്ണയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ജി കേരളമാണ് നമ്മുടെ TV പാർട്ട്ണർ. മൊമെൻറ്റോ നൽകുന്നു നമ്മുടെ MP. നല്ലൊരു ഗൈഡ് ആവാം ജി കേരളം. അടുത്തതായി നമ്മുടെ റേഡിയോ പാർട്ട്ണർ ഗോൾഡ് FM 101.3 FM ഗോൾഡ് FM. RJ റിജിൻ. ശബ്ദത്തിലൂടെ നമ്മളെല്ലാവരും ആരാധകരമായ RJ റിജിൻ. വൈകിട്ടുള്ള ഷോയാണ് അദ്ദേഹത്തിൻ്റെത്. നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദത്തിൻ്റെ ആരാധകരാണ്. ഗോൾഡ് FM RJ മിസ്റ്റർ റിജിൻ. താങ്ക് യു റിജിൻ. അടുത്തതായിട്ട് നമ്മുടെ ന്യൂസ് പാർട്ട്ണർ ദുബായ് വാർത്തയും അതുപോലെ തന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ UAE-യിലെ ജനമനസ്സുകളിൽ ഇടം നേടിയ അപ്പോൾ ഹോട്ട് ന്യൂസ് ആണ് ദുബായ് വാർത്ത. അതിലൂടെ തന്നെയാണ് അവർ പ്രശസ്തരായതും വേറിട്ട ശൈലിയിലൂടെ. ദുബായ് വാർത്തയാണ് നമ്മുടെ ന്യൂസ് പാർട്ട്ണർ. മൊമെൻറ്റോ ഏറ്റുവാങ്ങുന്നു. Next, inviting our hospitality partner, Al Bustan Center and Residence, Mr. Fadi, to receive the memento. Al Bustan Center and Residence, they are the hospitality partner of DUSILS 2025. We are delighted to invite Mr. Fadi for Al Bustan Center and Residence. Thank you so much. വോട്ടോ താങ്ക്സിനായി ക്ഷണിക്കുന്നു മിസ്റ്റർ സിൻഡോ, ജനറൽ സെക്രട്ടറി ഓഫ് SAC. ഗുഡ് ഈവനിങ് എവരി വൺ. എനിക്കറിയാം എല്ലാവരും നമ്മുടെ മ്യൂസിക്കൽ നൈറ്റും കോമഡി ഷോയും കാണാൻ വെയിറ്റ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനധികം സമയം എടുക്കില്ല. ആദ്യമായി തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം ഇന്ന് ഇവിടെ ലൈറ്റ് തെളിയണമെങ്കിൽ അതിനൊരു കപ്പിത്താൻ വേണം. ആ കപ്പിത്താനാണ് നമ്മുടെ മുന്നിൽ നിന്ന് നമ്മളെ നയിച്ചത്. ആളെ കൂടെ നിന്ന് എല്ലാവരും ഒരുമിച്ച് നിന്നിരുന്നു. നമ്മുടെ കപ്പിത്താനായ വിനീത് വിജയൻ ചേട്ടനെ, നമ്മുടെ പ്രസിഡൻ്റായ യോഗ അധ്യക്ഷനായ ആൾക്ക് ഒരുപാട് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലും നമ്മുടെ SAC എൻ്റെ കോളേജിൻ്റെ അലുമിനി ചാപ്റ്ററിൻ്റെ ഭാഗത്തിലും നന്ദി പറയുന്നു. അടുത്തതായി നമ്മുടെ ചീഫ് ഗസ്റ്റ് ഓണറബിൾ MP PP സുനീർ സാർ. നമ്മൾക്ക് ഇത്രയും ബിസി സ്കെഡ്യൂളിൽ ഇവിടെ വന്ന് നമ്മുടെ ഒരു പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച്, ഒരു അലോഷ്യനെ സംബന്ധിച്ച് അത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അതിലുപരി നമ്മുടെ സ്വന്തമായ ഒരു ചേട്ടനാണ്, നമ്മുടെ സഹോദരനാണ്, നമ്മുടെ ഒരു കാരണവരാണെന്ന് പറയാൻ പറ്റുന്ന ഒരാൾ ഇവിടെ വന്ന് നമുക്ക് ചീഫ് അഡ്മിനിസ്ട്രേറ്ററായതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് സാർ ഫോർ കമ്മിങ് ഓൾ ദ വേ ഫ്രം ഇന്ത്യ. താങ്ക് യു സോ മച്ച്. അടുത്തതായി ഇത് പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാരണം ഇവിടെ വന്ന് പറഞ്ഞിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ ലോഹയിട്ട് വരണമെന്ന്. അതിനൊരു കാരണമുണ്ട്. കാരണം നമ്മുടെ ഗ്രൂപ്പിൽ പിന്നിലിരിക്കുന്ന ബാൻഡിൽ ആദ്യം ചോദിച്ചത് എന്തായിരുന്നു അറിയോ? നമുക്ക് ഗിറ്റാറിസ്റ്റ് ഉണ്ടായിരുന്നോ ചോദിച്ചത്. കാരണം
ഗിറ്റാറിസ്റ്റൊക്കെ ആകുമ്പോൾ കുറച്ച് മുടി ഉണ്ടാവും, കുറച്ച് ലുക്ക് ഉണ്ടാവും, കുറച്ച് യോയോ സ്റ്റൈലായിരിക്കും. അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞു അച്ഛാ ലോഹയിട്ട് വരണം, കാരണം നമുക്ക് ഗിറ്റാറിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതാണ് അച്ഛൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഒരു കോളേജ് റെപ്രസെൻറ്റേറ്റീവ് എന്ന രീതിയിൽ ഇത്രയും ബിസിയുള്ള അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കോളേജിൽ ഒരുപാട് കമ്മിറ്റികളും മീറ്റിങ്ങുകളൊക്കെ ഒരുപാട് നടക്കുന്ന സമയമാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇത്രയും ദൂരം ഇവിടെ വന്ന് നമ്മളെ പ്രോഗ്രാമിന് നമ്മളെ അനുഗ്രഹിച്ച അച്ഛന് ഒരുപാട് താങ്ക് യു സോ മച്ച് ഫ്രം ദ ബോട്ടം ഓഫ് അവർ ഹാർട്ട് ആൻഡ് ഫ്രം ദി എൻ്റയർ അലോഷ്യസ് UAE ചാപ്റ്റർ. അടുത്തതായി ഇവിടെ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും പറഞ്ഞ് നമ്മൾ 350 ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെന്നാണ്. 350 അലോഷ്യൻസ് ആണ്, അവരെ കൂടെ ഫാമിലിയും ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 1000+ ആളുകൾ ഇവിടെ അംഗങ്ങൾ ഇവിടെ തന്നെയുണ്ട്. നമുക്ക് ഈ ക്രൗഡ് നോക്കി അറിയാം, ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വന്നിട്ടുണ്ട്, ഇനി വരാനിരിക്കുന്നു. അപ്പോൾ ഇത്രയും ചെറിയൊരു കൂട്ടായ്മയെ കൊണ്ടു നടക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ ഇതൊരു കോളേജാണ്, ഒരു 90 കോളേജിൻ്റെ ഒരു കപ്പിത്താൻ എന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്. ആ ടാസ്ക് ഇത്രയും ഭംഗിയായി കൊണ്ടുപോകുന്ന നമ്മുടെ എല്ലാമല്ലായ പോൾ ടി ജോസഫ് ചേട്ടനെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ ഈ ഗ്രൂപ്പ് ഇന്ന് ഈ നിലയിൽ 4 പേരിൽ തുടങ്ങി 350+ അലുമിനി മെമ്പേഴ്സ് പ്ലസ് 1000 ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്നിവിടെ നിൽക്കാൻ കാരണക്കാരനായ നമ്മുടെ എല്ലാമല്ലമായ ഉണ്ണിച്ചേട്ടന്, നമ്മുടെ ഉണ്ണിബായിക്ക് നമ്മൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന നമ്മുടെ അക്കാഫ് ബോർഡ് ഓഫ് മെമ്പേഴ്സിനും അക്കാഫ് ഓഫീസ് ബേയേഴ്സിനും എൻ്റെ എല്ലാം ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു, നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഓൾ ദ വേ ഫ്രം യുവർ ബിസി സ്കെഡ്യൂൾ. താങ്ക് യു സോ മച്ച്. അതിനൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ഇവൻറ്റ് നടക്കണമെങ്കിൽ നമ്മുടെ MC പറഞ്ഞ പോലെ ഫൈനാൻസ് വലിയൊരു ആവശ്യമാണ്. അപ്പോൾ അതിന് നമ്മളെ അകംവഴിഞ്ഞ് സഹായിച്ച ദ ഓൾ സ്പോൺസേഴ്സ്, എസ്പെഷ്യലി ദി അൽസൂദ് കാർഗോ, Good Seoul, Bluebird Group, Fast CFS, and then Lulu Exchange, and the all hospitality partner, Albu Sun Center and Residents. Thank you so much for the gratitude, the support that you have given to us for our entire program. Thank you so much, guys. Without your support, this event will not be on light. So thank you so much for your entire support from the bottom of our heart. Sponsor എന്ന് പറയുമ്പോൾ നമുക്കൊരു മെയിൻ സ്പോൺസർ വേണമല്ലോ, അല്ലാതെ ഒരു പ്രോഗ്രാം നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അറക്കലാണ് നമ്മളെ ഫ്രം ദ ബിഗിനിങ്, നമ്മളൊരു കാര്യം ചോദിച്ചപ്പോൾ ഫ്രം ദ ബിഗിനിങ് നമ്മളെ സപ്പോർട്ട് ചെയ്ത അറക്കൽ ഗോൾഡ് ആണ്. അപ്പോൾ അവരുടെ മൈ വാലറ്റ് പവർഡ് ബൈ അറക്കൽ ഗോൾഡ്, അവരുടെ എൻ്റെ ടീമിനും പ്രത്യേകിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്നിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ് നമ്മുടെ ധീരജ്, നമ്മുടെ അലുമിനിയായ ധീരജ്, അവരെല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ എൻ്റയർ SAC ഫാമിലി മെമ്പേഴ്സിനും, കാരണം ഇങ്ങനൊരു പ്രോഗ്രാം ഇവിടെ നടക്കണമെങ്കിൽ ഒരു മിനിമം 3 months പ്ലാനിങ്, എക്സിക്യൂഷൻ, കമ്മിറ്റി മീറ്റിംഗ്സ് എല്ലാം നടന്നിട്ടുണ്ട്. ഒരുപാട് ലേറ്റ് ഈവനിങ്സ് നമ്മൾ മീറ്റിംഗ് എടുത്തിട്ടുണ്ട്. അതെല്ലാം നടക്കണമെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെയും എസ്പെഷ്യലി നമ്മുടെ ഒരു വനിതാ മെമ്പർ കൂടിയായ നമ്മുടെ ജൂലി ചേച്ചിയാണ് നമ്മുടെ വനിതാ ബിങ്ങിനെ ഇത്രയും സ്ട്രോങ്ങായി നടത്തുന്നത്. ആളുടെ ഒരു സ്ട്രെങ്ത്തും അതിനൊപ്പം തന്നെ ജൂലി ചേച്ചിയുടെ ഹസ്ബൻഡ് മിൻസനേട്ടൻ കൊടുക്കുന്ന ഒരു സപ്പോർട്ട്, ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ട്, അതെല്ലാം ഒരുപാട് വലുതുമാണ്. അതുകൊണ്ട് the entire SAC family members, thank you so much for all the support for making this event happening. പിന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്നിട്ട് ഇവിടെ എല്ലാ ഓഡിയൻസിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലും SAC UAE അലുമിനി ചാപ്റ്ററിൻ്റെ ഭാഗത്തിലും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന നമ്മുടെ ഓണറബിൾ MP PP സുനി സർ, അതുപോലെ തന്നെ ഫാദർ അരുൺ ജോസ്, നമ്മുടെ അക്കാഫ് അസോസിയേഷൻ പ്രസിഡന്റ് പോളേട്ടൻ, എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു. എല്ലാവരോടും താങ്ക് യു സോ മച്ച്. My Gold Wallet, powered by Arakel Gold and Diamonds, presents SAC UAE Drizzles at 2025. നിങ്ങളിൽ പലരും ഡിഫറെൻറ്റ് പ്രൊഫഷണൽസ് ആയിരിക്കും അല്ലേ? നിങ്ങളുടെ ഫാമിലി, കിഡ്സ്, അന്നത്തെ ആ ഒരു സെൻറ്റ് അലോഷ്യസ് കുട്ടികളിൽ നിന്നും നിങ്ങൾ ഒരുപാട് ദൂരത്തേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ UAE ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, എല്ലാം അറിയും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോഴും ആ പഴയ സെൻറ്റ് അലോഷ്യസിൻ്റെ കോറിഡോറിലൂടെ ഓടി നടന്ന ഒരുപാട് സ്വപ്നങ്ങളും കളിച്ചിരികളുമായിട്ട് ഓടി നടന്ന പഴയ കുട്ടികൾ തന്നെയാണ് നമ്മുടെ അലുമിനിയിൽ ഗ്യാദർ ചെയ്യുമ്പോൾ. എന്തായാലും ഇനിയുള്ള കുറച്ച് മണിക്കൂറുകൾ നമ്മളെ ആ ഒരു പഴയ ഗോൾഡൻ ടൈം, ആ ഒരു കോളേജ് ഡേയ്സിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരുപാട് എന്താ പറയുക, സംഗീതത്തിൻ്റെയും കോമഡിയുടെയും, അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ഡെയിലി ലൈഫ് എങ്ങനെ കൊണ്ടുപോകുന്നത് നമുക്കറിയാം. ഒരുപാട് വർക്ക് പ്രഷറും സ്ട്രെസ്സും അല്ലേ, റെസ്പോൺസിബിലിറ്റീസൊക്കെ ആയിട്ടാണ്.
ആ ഒരു നമ്മുടെ ആ ഒരു ബിസി ഷെഡ്യൂൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു മനസ്സ് ഒന്ന് കുളിർമയാക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു 10th ആനിവേഴ്സറി സെലിബ്രേഷൻ ഇത്രയും ഗ്രാൻഡായിട്ട് നിങ്ങൾക്ക് വേണ്ടി നടത്തുന്നത്. അപ്പോൾ എല്ലാം മറക്കാം അല്ലേ, ആ ഡെഡ് ലൈൻസ്, റെസ്പോൺസിബിലിറ്റി, സ്ട്രെസ്സും എല്ലാം നമ്മൾ മറക്കാണ് കുറച്ച് നേരത്തേക്ക് സംഗീതത്തിൻ്റെയും പൊട്ടിച്ചിരികളുടെയും ലോകത്തേക്ക്, മായാ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് റിസൾട്ട്സ് 2025 ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. Once again, welcoming all, my gold wallet powered by Arakkal Gold and Diamonds presents SAC UAE Results at 2025. ഞങ്ങളുടെ ഓൺലൈൻ കോൺടെസ്റ്റിൽ പങ്കെടുക്കുന്നതിലൂടെ നേടാം ലയണൽ മെസ്സി, ലൗതാരോ മാർട്ടിനസ്,